സോ നിങ്ങളുടെ ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസിന്റെ എല്ലാം ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ഓക്കെ, ഇനി പ്ലീസ് കീപ് ഇൻ മൈൻഡ് ആദ്യം തൊട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. ഡോണ്ട് മിസ് ഔട്ട് എനി ട്രാൻസാക്ഷൻ ഫ്രം ദ ബിഗിനിങ്. ആക്ടിവിറ്റിക്ക് താഴെയുള്ള തൊട്ടെല്ലാം വായിക്കണം. ഒരു ട്രാൻസാക്ഷൻ പോലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. So first transaction number 1, he puts 7,000 of his own money into a business bank account. That was the first transaction. അതായത് ഇയാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോൺ സെറ്റ് അപ്പ് എ ബിസിനസ് സെല്ലിംഗ് കീപ് ഫിറ്റ് എക്യുപ്മെന്റ് ട്രേഡിംഗ് അണ്ടർ ദ നെയിം ഓഫ് ബൈ ഓർ ബൈസിപ്സ് ഷോപ്പ്. അപ്പൊ ഇയാളുടെ ബിസിനസ് എന്താ? വാട്ട് ഇസ് ദിസ് ബിസിനസ്? എന്ത് എക്യുപ്മെന്റ്സ് വിൽക്കാന്? ജിം എക്യുപ്മെന്റ്സ്, അതായത് ഈ ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് വിൽക്കുക എന്നുള്ളതാണ് ഇയാളുടെ ബിസിനസ്. അപ്പൊ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു 7,000 ബാങ്ക് അക്കൗണ്ടിലേക്ക്, ബിസിനസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇയാൾ ഡിപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, so he invested $7,000 into the business. അപ്പൊ ആദ്യത്തെ ജേർണൽ എൻട്രി വരേണ്ടത് ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട് $7,000 to credit capital 7,000. അതാ പറഞ്ഞിരിക്കുന്നത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, രണ്ടും സെയിം എമൗണ്ട് ആയിരിക്കണം. ഡ്യുവൽ ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഡ്യുവൽ ഇഫക്റ്റ് ഹിയർ? ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന കറന്റ് അസറ്റ് ഇവിടെ കൂടുവാണ്, അതേപോലെ തന്നെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൂടുവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ് പെയ്ഡ് റെന്റ് ഓഫ് ദ ഷോപ്പ് ഫോർ ദ പീരീഡ് 3,500. റെന്റ് പേ ചെയ്തു. റെന്റ് ഡ്യൂ ആയി പിന്നെ പേ ചെയ്തു എന്നല്ല പറയുന്നത്, റെന്റ് ഡയറക്ട്ലി പേ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലെറ്റ്സ് സേ ഇന്ന് ഡ്യൂ ആയി ഇന്ന് തന്നെ പേയ്മെന്റ് അടയ്ക്കുന്ന ഒരു കേസാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ജേർണൽ എൻട്രി? റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ്, റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് എന്ത് സംഭവിക്കും? എക്സ്പെൻസ് കൂടും. ആൻഡ് ലയബിലിറ്റി ആണോ അതോ ക്യാഷ് ആണോ എഫക്ട് ആവുന്നത്? റെന്റ് പേയബിൾ എന്ന് പറഞ്ഞ ഒരു ലയബിലിറ്റി ആണോ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ആണോ ഇവിടെ എഫക്ട് ആവുന്നത്? റീഡ് സ്റ്റേറ്റ്മെന്റ് പെയ്ഡ് റെന്റ്. അപ്പൊ ഏതാ എഫക്ട് ആവുന്നത്? പേയബിൾ ആണോ ക്യാഷ് ആണോ? ക്യാഷ് വിൽ ബി എഫക്റ്റഡ്. അതെന്താ പറയാൻ ഒരു ഡൗട്ട്? ക്യാഷ് കുറയും, എക്സ്പെൻസ് കൂടും. സോ യുവർ ജേർണൽ എൻട്രി ഷുഡ് ബി debit rent expenses 3,500 and credit bank balance 3,500. So rent expense has increased, expense കൂടിയ debit ചെയ്യണം, and current asset has decreased, asset കുറഞ്ഞാൽ credit ചെയ്യണം. Next transaction, purchased equipment which is here inventory. ഇവിടെ equipment എന്ന് പറയുന്നത് നോൺ കറന്റ് അസറ്റ് അല്ല, ഇവിടെ എന്താണ്? ഇൻവെന്ററി ആണ്. അതാണ് ഞാൻ ചോദിച്ചത് ഇയാൾ എന്ത് ബിസിനസ്സിലാണ് ഇൻവോൾവ് ആവുന്നത്? ഇയാള് ജിം എക്യുപ്മെന്റ്സ് വിൽക്കുന്ന ബിസിനസ്സിലാണ് ഇൻവോൾവ് ആവുന്നത്. അപ്പൊ ഈ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഇയാളുടെ നോൺ കറന്റ് അസറ്റ് അല്ല, ഇത് മറിച്ച് വെക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഗുഡ്സ് ആണ്. സോ വാട്ട് ഷുഡ് ബി ദ ജേർണൽ എൻട്രി? ഡെബിറ്റ് എക്യുപ്മെന്റ് എന്നാണോ കൊടുക്കേണ്ടത് അതോ ഡെബിറ്റ് പർച്ചേസസ് എന്നാണോ കൊടുക്കേണ്ടത്? പർച്ചേസസ്. എത്ര പേര് അത് തെറ്റിച്ചു? യു ഹവ് റിട്ടൺ എക്യുപ്മെന്റ് റൈറ്റ്. സോ ദ എക്യുപ്മെന്റ് ആവാൻ പാടില്ല, ഇറ്റ് ഷുഡ് ബി ഡെബിറ്റ് purchases to credit. ക്യാഷ് കൊടുത്തിട്ടില്ല, ട്രേഡ് പേയബിൾ അക്കൗണ്ട് ആണ്. സോ റിമെമ്പർ ഇവിടെ പർച്ചേസസ് എന്ന് പറയാൻ കാരണം ഗുഡ്സ് പർച്ചേസ് എക്സ്പെൻസ്. ഇവിടെ ഇൻവെന്ററി പർച്ചേസ് ചെയ്യുക എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പർച്ചേസസ് അവിടെ കൂടി, എക്സ്പെൻസ് അവിടെ കൂടി, ഒരു ലയബിലിറ്റി നിങ്ങൾക്ക് അവിടെ വന്നു, കാരണം നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടില്ല. ക്ലിയർ ആണോ? എത്രയുടെ ലയബിലിറ്റി നിങ്ങൾക്ക് വന്നിരിക്കുന്നത്? 5,000. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മഹീറ, സോ പ്ലീസ് റിമെമ്പർ നേച്ചർ ഓഫ് ദ ബിസിനസ് അനുസരിച്ചിട്ടാണ് ഓരോ ഐറ്റംസും നോൺ കറന്റ് അസറ്റ് അല്ലെങ്കിൽ ഇൻവെന്ററിയിലേക്ക് പോകുന്നത്. പൊതുവെ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ബിസിനസ്സുകൾക്ക് നോൺ കറന്റ് അസറ്റ് ആണ്, ഈ ബിസിനസ്സിന് അതൊരു ഇൻവെന്ററി ആണ്. ഇൻവെന്ററി വാങ്ങിച്ചാൽ പർച്ചേസസ് അക്കൗണ്ടിലേക്കും ഇൻവെന്ററി വിറ്റാൽ സെയിൽസ് അക്കൗണ്ടിലും ആയിരിക്കണം കാണിക്കേണ്ടത്. മൂവിംഗ് ഓൺ, took a bank loan. നമ്മളൊരു ബാങ്ക് ലോൺ എടുത്തു, ബിസിനസ് ഒരു ബാങ്ക് ലോൺ എടുത്തു. ബാങ്ക് ലോൺ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യു തിങ്ക് അബൌട്ട് വാട്ട് ഇസ് ദി ഇഫക്ട് ഓഫ് ടേക്കിംഗ് എ ബാങ്ക് ലോൺ? നമുക്ക് കാശ് അസറ്റ് കൂടി, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി സംഭവിച്ചു. വേറെ എന്താ അവിടെ സംഭവിക്കുന്നത്? നമുക്കൊരു ബാധ്യത കൂടെ അവിടെ വരുവാണ്. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് ലയബിലിറ്റി? പേയബിൾ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് ലയബിലിറ്റി? ബാങ്ക് ലോൺ.
So what is the dual effect here? Bank cash balance ഒരു 1000 കൂടി, bank balance ഒരു 1000 കൂടി. At the same time we have a new liability called as bank loan. Is it clear? So നമ്മുടെ current asset കൂടി, at the same time നമ്മുടെ non current liability ഇവിടെ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. Next one, purchase shop fittings. What is the meaning of shop fittings? Is it inventory or non current asset? Inventory or non current asset? നോൺ കറന്റ് അസറ്റ് ആണ്. ഇത് നമ്മൾ ഷോപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ആവാം, അല്ലെങ്കിൽ ഇന്റീരിയറിന് വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന ഐറ്റംസ് ആവാം. ദിസ് ഇസ് നോൺ കറന്റ് അസറ്റ് ആണ്. സോ നോൺ കറന്റ് അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ഷുഡ് ഗോ ടു ദ അക്കൗണ്ട് നെയിം ഇറ്റ്സെൽഫ്. പർച്ചേസസ് ആവാൻ പാടില്ല. റെഡി ക്യാഷിനാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ അസറ്റ് ബാലൻസ് അവിടെ കുറയും. സോ ഡെബിറ്റ് ഷോപ്പ് ഫിറ്റിംഗ്സ് അക്കൗണ്ട്, നോൺ കറന്റ് അസറ്റ് കൂടി, and credit your bank balance, your current asset has decreased. Is it clear? Then your answer will cross check here കേട്ടോ. Mahira. Next one, sale of equipment. ഇവിടെ equipment എന്താ? Inventory ആണ്. So inventory വിറ്റു. So cash, അത് കാശിനാണ് വിറ്റത്. So ready cash കിട്ടും. അതേപോലെ തന്നെ ഇൻവെന്ററി പോയി എന്നല്ല, നമുക്കൊരു ഇൻകം വന്നു എന്നാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. റിമെമ്പർ, ഇൻവെന്ററി വിൽക്കുന്നത് സെയിൽസ് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ കാണിക്കേണ്ടത്. സോ വാട്ട് വിൽ ബി ദ ജേർണൽ എൻട്രി? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടി 10,000. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു പുതിയ ഇൻകം വന്നു, സെയിൽസ് ഇൻകം വന്നു. ഡോണ്ട് റൈറ്റ് ദെയർ എക്യുപ്മെന്റ് ഒന്ന് എഴുതി വെച്ചേക്കുന്നത് സെയിൽസ് അക്കൗണ്ട്. ഇനി നെക്സ്റ്റ്, ഒരു പോർഷൻ നിങ്ങൾ കടത്തിനാണ് വിറ്റത്. അതിലൊരു പോർഷൻ നിങ്ങൾ കടത്തിനാണ് വിറ്റത്. സോ വാട്ട് വിൽ ബി ദ ജേർണൽ എൻട്രി? കാശ് വന്നിട്ടില്ല, അതിന് പകരം വേറൊരു അസറ്റ് ആണ് നിങ്ങൾക്ക് വന്നത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി അസറ്റ്? ഇത് ക്രെഡിറ്റ് എന്നല്ല, ഡെബിറ്റ്. സോ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി അസറ്റ്? ട്രേഡ് റിസീവബിൾസ്. ആൻഡ് ഓൾസോ വാട്ട് ഹാപ്പൻ ദെയർ? നിങ്ങൾക്ക് സെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഇൻകം കൂടെ അവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? Moving on. So trade receivables. അടുത്തത് 8th one. Payment to supplier 5000. അപ്പൊ ഇത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, പേയ്മെന്റ് ടു സപ്ലയർ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഈ പർച്ചേസുമായിട്ടാണ്. പണ്ട് കടത്തിന് പർച്ചേസ് ചെയ്തു 5000 ഇൻവെന്ററി, ഇന്ന് അതിന്റെ പേയ്മെന്റ് കൊടുക്കുവാണ് 5000. അപ്പൊ അന്ന് ഞാൻ ഒരു ബാധ്യത ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞൊരു ബാധ്യത ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ ബാധ്യത എന്താവുകയാണ്? ഇല്ലാണ്ടാവുകയാണ്. അതിന് എന്റെ കയ്യിൽ നിന്ന് കാശ് പോകും. സോ ലയബിലിറ്റി ഓപ്പൺ ചെയ്യുന്നത് ഏതാ? ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്? ലയബിലിറ്റി ഓപ്പൺ ചെയ്യുന്നത് ഏത് സൈഡിലായിരിക്കും? ലയബിലിറ്റി കൂടുമ്പോ ഏതായിരിക്കും? ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്? ക്രെഡിറ്റ്. അപ്പൊ അത് ഇല്ലാണ്ടാവുമ്പോ ഡെബിറ്റ്. സോ ദ ജേർണൽ എൻട്രി ഷുഡ് ബി ഡെബിറ്റ് ട്രേഡ് പേയബിൾ അക്കൗണ്ട്. അതായത് ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്യാൻസൽ ആണ് ചെയ്യുന്നത്. അതായത് കണക്ഷൻ ഉണ്ട്, പ്രീവിയസ് ജേർണൽ എൻട്രി ആയിട്ട് കണക്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതന്നെയല്ലേ ആൻസർ കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും? ഓക്കെ, മൂവിങ് ഓൺ. പേയ്മെന്റ് റിസീവ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമറിന്റെ അടുത്തു നിന്ന് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടി. കസ്റ്റമറിന്റെ അടുത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടി 2500. അപ്പൊ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ സെയിൽ ഓഫ് എക്യുപ്മെന്റ് ഓൺ ക്രെഡിറ്റ്. ഇത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ കടത്തിന് സാധനം വിറ്റു, നിങ്ങൾക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടി. നമ്മൾ കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, ട്രേഡ് റിസീവബിൾ അക്കൗണ്ട്. എനിക്ക് പൈസ തരാനുള്ള ആളെന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനി ആ അക്കൗണ്ട് ആണ് എന്തായി പോകുന്നത്? ക്യാൻസൽ ആയി പോകുന്നത്. സോ അത് ഡെബിറ്റ് ഓപ്പൺ ചെയ്ത് അത് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പൈസ വന്നു, ക്യാഷ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നു. സോ ഡെബിറ്റ് യുവർ ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് യുവർ ട്രേഡ് receivables. So ഇവിടെ basically what happened is your current asset has increased and രണ്ടാമത്തെ എഫക്ട് എന്താ? ഒരു current asset has decreased. ഇവിടെ ബാങ്ക് എന്ന് പറയുന്ന current asset കൂടി, receivable എന്ന് പറയുന്ന current asset കുറഞ്ഞു. ലയബിലിറ്റി ഒന്നും അല്ല, ഒരു അസറ്റ് ഇല്ലാണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. മൂവിങ് ഓൺ. അടുത്തതാണ് ഇൻട്രസ്റ്റ്. പെയ്ഡ് ഇൻട്രസ്റ്റ് എന്നാണ്, ഡയറക്ട്ലി പേ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് നമുക്ക് വന്നു, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി. സോ ദ ജേർണൽ എൻട്രി വിൽ ബി ഡെബിറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ് ബാങ്ക് ബാലൻസ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, കറണ്ട് അസറ്റ് കുറഞ്ഞു. മൂവിങ് ഓൺ.
Other expenses paid in cash. So debit other expenses account, credit bank. Next one is drawings. അതും cash drawings ആണ്. So debit drawings, credit bank balance ആണ്. So നിങ്ങളുടെ capital കുറഞ്ഞു, current asset കുറഞ്ഞു. So please check whether you've got all these transactions correct. നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നോക്കുക. വേറെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ നോക്കുക. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? Now ഇത് വെച്ചിട്ട് we are going to learn ledger now. നമ്മൾ ഇത് വെച്ച് ledger കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് നെക്സ്റ്റ് തിങ് ഈസ് ഇപ്പോൾ സ്റ്റുഡൻസിന് നോർമലി വരുന്ന ഒരു ഡൗട്ട് ആണ് ഇതിപ്പോ എങ്ങനെ എക്സാമിന് ചോദിക്കുന്നത്. നമ്മൾ അതിന് MCQ എക്സാം അല്ലേ എഴുതുന്നുണ്ട്. അപ്പൊ ഷുഡ് ഐ ടൈപ്പ് ഇൻ? നോ. അവർ ഓൾറെഡി ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ റെന്റ് പേ ഇത്ര ഡയറക്റ്റ് ആയിട്ടൊന്നും ആയിരിക്കുമല്ലോ പറയുന്നുണ്ടാവും. കുറെ കഥയൊക്കെ പറഞ്ഞിട്ട് അവസാനം സമ്മറി എന്ന് പറഞ്ഞാൽ റെന്റ് അടച്ചു എന്നുള്ളതായിരിക്കും. അതിൽ അവർ കുറെ ജേർണൽ എൻട്രി അവിടെ തന്നിട്ടുണ്ടാവും. 4 ഓപ്ഷൻ ആയിരിക്കും. സോ ഡെബിറ്റ്, റെന്റ്, എക്സ്പെൻസ്, ക്രെഡിറ്റ്, ക്യാഷ്. ഓക്കെ, പിന്നെ വേറൊരു ഓപ്ഷൻ ഡെബിറ്റ്, ലയബിലിറ്റി, ക്രെഡിറ്റ്, എക്സ്പെൻസ് എന്നായിരിക്കും. അങ്ങനെ കുറെ ഒരു 4 ഓപ്ഷൻസ് അവർ തരും. അപ്പൊ നിങ്ങൾ ഇവിടെ ടൈപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഓപ്ഷൻ ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. ക്ലിയർ? അല്ലാതെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. ജേർണൽ എൻട്രീസ് ഒരിക്കലും എക്സാം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഓപ്ഷൻ തരും. ആ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ജേർണൽ എൻട്രി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു ജേർണൽ എൻട്രി തരും. അത് തിരുത്താൻ പറയും. തെറ്റായിട്ടുള്ള ഒരു ജേർണൽ എൻട്രി തന്നിട്ട് അത് തിരുത്താൻ പറയും. അത് ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നില്ല. അത് വേറൊരു ചാപ്റ്ററിലുള്ളതാണ്. കറക്ഷൻ ഓഫ് എറർ എന്ന് പറയും. സോ അവിടെയും അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ജേർണൽ എൻട്രി നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ദിസ് ഇസ് ഹൗ ദിസ് വിൽ ബി ടെസ്റ്റഡ് ഇൻ യുവർ എക്സാം. ഇസ് ക്ലിയർ? നിങ്ങളുടെ എക്സാമിന് ഇങ്ങനെയായിരിക്കും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇപ്പൊ ചെയ്ത പോലെ ഇരുന്ന് നിങ്ങൾ ഓരോ ജേർണൽ എൻട്രീസും ഇൻഡിവിജ്വലി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനു വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്, വിച്ച് ഇസ് കോൾഡ് ആസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ അതിന് മുൻപ് ഞാനിവിടെ എത്ര അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് നോക്കി. അതായത് എന്തൊക്കെ യുണീക്ക് ആയിട്ടുള്ള എത്ര അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. സോ വൺ ഇസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തല്ലോ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. റെന്റ്, എക്സ്പെൻസ്, അഗൈൻ ബാങ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഞാൻ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. പെർച്ചേസസ് വന്നിട്ടുണ്ടല്ലോ. ട്രേഡ് പേയബിൾ വന്നിട്ടുണ്ടല്ലോ. Then there is bank loan ഉണ്ടല്ലോ. Then shop fitting ഉണ്ടല്ലോ. Then you have sales, trade receivables, trade payable only count ചെയ്തല്ലേ. Interest expense, other expenses, and finally drawings. So മൊത്തം 11 accounts ആണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ എത്ര ലെഡ്ജർ വരയ്ക്കണം ഇവിടെ? 11 ലെഡ്ജേഴ്സ് വരയ്ക്കണം. സോ ഇത് പണ്ട് മാനുവലി അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജേർണൽ എൻട്രി മാനുവലി പാസ് ചെയ്യും. ആ എമൗണ്ടുകള് നമ്മള് വി റെക്കോർഡ് ട്രാൻസാക്ഷൻ. അതാണിത്. അടുത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു അനലൈസ് ദ ട്രാൻസാക്ഷൻ. ഇപ്പൊ നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു ദിവസം ഒരു 2000 ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ബിസിനസ് ഇങ്ങനെ ഓരോന്നും ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കാര്യം എടുത്തു വാട്ട് ഇസ് ദ ടോട്ടൽ ക്യാഷ് ബാലൻസ് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓരോ ജേർണൽ എൻട്രിയുടെ ടോട്ടൽ ഇങ്ങനെ എടുക്കേണ്ടി വരത്തില്ലേ? സോ നൗ വി ആർ ഗോയിങ് ടു ഡു ഇസ് വി ആർ ഗോയിങ് ടു ഗ്രൂപ്പ് ദം ടുഗദർ. സോ ബാങ്കിന് വേണ്ടിയിട്ട് ഒരു ഹെഡിങ് ഉണ്ടാവും, ഒരു ലെഡ്ജർ ഉണ്ടാവും. പർച്ചേസസിന്റെ എല്ലാം കൂടെ കാണിക്കാൻ ഒരു ലെഡ്ജർ ഉണ്ടാവും. സെയിൽസ് എല്ലാം കൂടെ കാണിക്കാൻ ഒരു ലെഡ്ജർ ഉണ്ടാവും. ഓക്കെ, ദെൻ എക്സ്പെൻസ്, അത് പലതരം എക്സ്പെൻസുകളുണ്ട്. അപ്പൊ ഓരോ എക്സ്പെൻസുകൾക്ക് ഓരോ ലെഡ്ജർ നമ്മൾ ഫോം ചെയ്യും. അല്ല, ബാങ്ക് ലോൺ സെപ്പറേറ്റ് ആണ്. ബാങ്കിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കാശ് വന്നതും കാശ് പോയ എഫക്റ്റ് ആണ്. ബാങ്ക് ലോൺ ഒരു ലയബിലിറ്റി അല്ലേ. സോ യു നീഡ് ടു ഷോ എ സെപ്പറേറ്റ് ലെഡ്ജർ ഫോർ ദാറ്റ്. ഇനി ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിന് ഉദ്ദേശം എന്താ? ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഐ വോണ്ട് ടു നോ വാട്ട് ഇസ് ദ ബാലൻസ് ഇൻ മൈ ക്യാഷ് അക്കൗണ്ട്. എനിക്ക് വേറെ ഒന്നും അറിയണ്ട. ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് എത്രയാണെന്ന് അറിയണം, അല്ലെ ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് എത്രയാണെന്ന് അറിയണം. ഐ ക്യാൻ ഗോ ടു ദാറ്റ് ലെഡ്ജർ. അല്ലെ എനിക്ക് പർച്ചേസസിലെ ബാലൻസ് എത്രയാണെന്ന് അറിയണം. സോ ഐ ഗോ ടു ദ പർച്ചേസസ് അക്കൗണ്ട്. ട്രേഡ് റിസീവബിളിന്റെ മാത്രം ബാലൻസ് അറിയണം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോന്നും തപ്പി കണ്ടിട്ട് ഇവിടെ റിസീവബിൾ ഇവിടെ റിസീവബിൾ എന്ന് നോക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വി ഗ്രൂപ്പ് ദം ടുഗദർ ഇൻ എ സിംഗിൾ
ഹെഡിങ്. അതാണ് ബേസിക്കലി ലെഡ്ജർ ചെയ്യുന്നത്. ഇനി ഇത് എത്രത്തോളം റെലവെന്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തൊന്നും നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ട് ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലെഡ്ജർ ഇൻഡിവിജ്വലി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റെലവെന്റ് ജേർണൽ എൻട്രി അവിടെ വന്നിട്ടുണ്ടാവും. അത് അതത് ലെഡ്ജറിൽ പോയിട്ടും ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി അത് SOFPL പോകണമെങ്കിൽ SOPL പോയിട്ടുണ്ടാവും. SOFPL പോകണമെന്നുണ്ടെങ്കിൽ SOFPL പോയിട്ടുണ്ടാവും. അത് നിങ്ങൾ എക്സ്പെൻസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നെങ്കിൽ അത് SOPL പൊക്കോളും. നിങ്ങൾ അസറ്റ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, ലൈബിലിറ്റി ആണെങ്കിൽ അത് SOFPL പൊക്കോളും. നിങ്ങൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല. Processing will be done by the machine, computer itself. നിങ്ങൾ ഡേറ്റ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. Is it clear? അപ്പൊ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാനുവൽ അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അക്കൗണ്ടന്റ് മാനുവലി ചെയ്യേണ്ട കാര്യമാണ്. ഫസ്റ്റ് ജേർണൽ എൻട്രീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് അവർ 1 by 1 റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ലെഡ്ജർ അവർ പ്രിപ്പയർ ചെയ്യും. ലെഡ്ജർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻസിനെ അവർ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. കോമൺ ഹെഡിങ്സിന്റെ അണ്ടറിൽ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു നൗ. ഓക്കെ, സോ എങ്ങനെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം? ഇനി നമ്മൾ ഇവിടെ FAല് എന്തിനാ ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്ന ചില കാൽക്കുലേഷൻസിൽ ലെഡ്ജർ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അതായത് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് we will be using ledgers. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഡ്ജർ യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ലെഡ്ജർ പഠിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഇതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. So give the heading. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് വിടാൻ പറഞ്ഞായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതും കഴിഞ്ഞ് ലീവ് ഒരു 2 pages വിടുക. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ദെയർ ലെഡ്ജർ. അതായത് ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഇനി ലെഡ്ജറോട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിനുള്ള സ്പേസ് വിട്ടേക്കുക, കുറച്ചേറെ സ്പേസ് വിട്ടേക്കുക. ഇപ്പൊ ആദ്യത്തെ ട്രാൻസാക്ഷന് 11 ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ പുതിയതായിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ തന്നില്ലായിരുന്നോ? ആ ക്വസ്റ്റ്യനിൽ യു മൈ നീഡ് ടു പ്രിപ്പയർ 1, 2, around 10 ledgers അവിടെ നിങ്ങൾക്ക് വേണ്ടി വരും. ഓക്കെ, സോ അതിനുള്ള സ്പേസ് വിട്ടിട്ട് ഗീവ് ദ ഹെഡിങ് ലെഡ്ജർ. ലെഡ്ജർ So heading ledger എന്നാണ്. So what we are going to do here is we are going to group transactions. Grouping of individual transactions. So transactions record ചെയ്ത് കഴിഞ്ഞു. ഈ ബിസിനസ്സിൽ ഇതുവരെ നടന്നിട്ടുള്ള 12 ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇവരെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. So grouping of individual transactions into ledger. ഇനി ഇതിന്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇറ്റ്സ് ഫോർ ഈസിനെസ്. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം എടുത്ത് നോക്കണമെങ്കിൽ വി ക്യാൻ ലുക്ക് ഇൻടു ദാറ്റ് ലെഡ്ജർ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് നമ്മുടെ പർച്ചേസസിന്റെ ബാലൻസ് എത്ര, റിസീവബിളിന്റെ ബാലൻസ് എത്ര, പേബിളിന്റെ ബാലൻസ് എത്ര നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് ലെഡ്ജർ. ഇനി ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഐ എം ഗോയിങ് ടു ഗിവ് യു എ ട്രിക്ക്. അതായത് ടി അക്കൗണ്ട് ഫോർമാറ്റിലായിരിക്കും നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ പ്ലീസ് കീപ് ഇൻ അസറ്റ്സിനും എക്സ്പെൻസിനും ആദ്യത്തെ അസറ്റിന്റെ ലെഡ്ജർ. ഇത് നിങ്ങൾ പ്ലസ് 2 പഠിച്ച പോലെ ബോക്സ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ടി അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇത് ഡെബിറ്റ് സൈഡ് ആയിട്ടും ഇത് ക്രെഡിറ്റ് സൈഡ് ആയിട്ടും എടുത്തേക്കുക. ഓക്കെ, ഇനി ഡെബിറ്റ് സൈഡിൽ അസറ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസസ് ഒക്കെ എവിടെ വരണം? അസറ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിൽ വരണം? ഡെബിറ്റ് സൈഡിലാണ്. അസറ്റ് ആണ് ഓൾ ദി ഇൻക്രീസസ് ആൻഡ് ദ ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ ഓൺ ദ ഡെബിറ്റ് സൈഡ്. ആൻഡ് എന്ത് ഡിക്രീസ് വന്നാലും അത് ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ. സോ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ഇപ്പൊ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അത് ഈ അസറ്റിന്റെ ആ വർഷത്തിന്റെ അവസാനം അല്ലെ ആ പീരീഡിന്റെ എൻഡിലുള്ള ബാലൻസ് അപ്പൊ ഏത് സൈഡിലായിരിക്കണം? ക്രെഡിറ്റ് സൈഡിലായിരിക്കണം നോർമലി വരേണ്ടത്. അസറ്റിനെ കൂട്ടുന്ന എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ
ഡെബിറ്റ് സൈഡിലും, അസറ്റിനെ കുറയ്ക്കുന്ന എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും ആയിരിക്കണം വരുന്നത്. This is how a normal T account should look for asset. ഇനി ഇതേ സാധനം എക്സ്പെൻസിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ അസറ്റിന് എക്സ്പെൻസ് ഒരേ ടി അക്കൗണ്ട്, ഒരേ മോഡൽ ടി അക്കൗണ്ട് ആണല്ലോ വരേണ്ടത്. സോ ദർ വിൽ ബി എ ഡെബിറ്റ് സൈഡ് ആൻഡ് എ ക്രെഡിറ്റ് സൈഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്പെൻസുകൾക്ക് ഒരിക്കലും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഉണ്ടാവില്ല. അത് ആ വർഷം നമ്മൾ ക്ലോസ് ചെയ്യുവാണ്. ഈ അസറ്റ് ലയബിലിറ്റി ആണ് ചിലപ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്കൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. വെൻ ഇറ്റ് കംസ് ടു എക്സ്പെൻസസ് ആൻഡ് ഇൻകം, നമ്മൾ അപ്പം തന്നെ SOP-യിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവത്തില്ല. ഇവിടെ നിങ്ങളുടെ ഇൻകത്തെ എക്സ്പെൻസിനെ കൂട്ടുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഏത് സൈഡിൽ കാണിക്കണം? ഡെബിറ്റ് സൈഡ്. ആൻഡ് എക്സ്പെൻസിനെ കുറയ്ക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ. അതിപ്പോ ആ ഡബിൾ എൻട്രി റൂൾ പോലെ തന്നെ ഓർത്തിരുന്നാൽ മതി. ഇൻക്രീസ് ഇൻ അസറ്റ് ആൻഡ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ്, ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് എക്സ്പെൻസ് ആണെങ്കിൽ ക്രെഡിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? അടുത്തത് ലയബിലിറ്റി, ഇൻകം ആൻഡ് ക്യാപിറ്റൽ. സോ അതിന് ഞാൻ ലയബിലിറ്റിക്കും ക്യാപിറ്റലിനും ഒരു സിംഗിൾ അക്കൗണ്ട് ആണ് പറയുന്നത്. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. അപ്പൊ ഇതിന് ഏതായിരിക്കും ഓപ്പണിംഗ് ബാലൻസ് വരിക? ഏത് സൈഡിലായിരിക്കും? ലയബിലിറ്റിയും ക്യാപിറ്റലും ആണെങ്കിൽ ഏത് സൈഡിലായിരിക്കും ഓപ്പണിംഗ് ബാലൻസ് വരിക? ഓൺ ദി ക്രെഡിറ്റ് സൈഡും. ഏത് സൈഡായിരിക്കും ക്ലോസിംഗ് ബാലൻസ് വരിക? ഡെബിറ്റ് സൈഡ്. Any increase in your capital or liability will be recorded on the credit side and any decrease will be recorded on the debit side. ഇതേ കാര്യം ഇൻകത്തിന് കാണിക്കുവാണെങ്കിൽ, ഇൻകത്തിന്റെ കേസിൽ പ്ലീസ് റിമെമ്പർ, ഇൻകത്തിന് എന്തില്ല? ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഇല്ല. ഇൻകം കൂടുന്ന കാര്യങ്ങളൊക്കെ ക്രെഡിറ്റിലും, ഇൻകം കുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഡെബിറ്റിലും വേണം. ഇതാണ് ടി അക്കൗണ്ടിന്റെ ബേസിക് നോളജ്. നമുക്ക് ഇത് വെച്ച് കുറെ ആവശ്യമുണ്ട്. എസ്പെഷ്യലി ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത് തന്നെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൺട്രോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഏരിയയിൽ നമ്മൾ ഇത് തന്നെയായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെഡ്ജർ നോളജ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി പറഞ്ഞു തന്നിരിക്കുകയാണ്. ശരിക്കുള്ള ലെഡ്ജർ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രോപ്പർ ലെഡ്ജർ വരുന്നത്. അതായത് നിങ്ങളൊരു സീരിയൽ നമ്പറിന് ഒരു കോളം വേണം, ഡേറ്റിന് ഒരു കോളം വേണം, പർട്ടിക്കുലേഴ്സ് വേണം, എമൗണ്ട് ഇടാൻ ഒരു കോളം വേണം. ഇതേ കാര്യങ്ങൾ തന്നെ ക്രെഡിറ്റ് സൈഡിലും വേണം. ഇവിടെ നമ്മളിപ്പോൾ അത്രയും എലാബറേറ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടു പ്രിപ്പയർ. നമുക്ക് അതിനകത്ത് എമൗണ്ടുകൾ കിട്ടിയാൽ മതി. അതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് ഫോർ ദ എലാബറേറ്റ് കാൽക്കുലേഷൻ. ജസ്റ്റ് ഏത് സൈഡിൽ അത് കാണിക്കണം എന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇതൊന്ന് എഴുതിക്കേ. പ്ലീസ് റൈറ്റ് ദിസ് ഡൗൺ. ഇത് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ഫോർ ദ ടൈം ബീങ് ജസ്റ്റ് റൈറ്റ് ദിസ് ഡൗൺ. ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ഒരു ആരോയും മാറിപ്പോരുത് കേട്ടോ. ആൻഡ് കോൺസെപ്ഷ്യലി മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ ഡബിൾ എൻട്രിയുടെ അതേ റൂള്. അസറ്റിനും എക്സ്പെൻസിനും ഇൻക്രീസ് ഓൺ ദ ഡെബിറ്റ് സൈഡ്, ലയബിലിറ്റി, ഇൻകം ആൻഡ് ക്യാപിറ്റലിന് ഇൻക്രീസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ആൻഡ് ഓപ്പോസിറ്റ്. So what we are going to do is, ഇപ്പോൾ ചെയ്ത ആ questions തന്നെ we are going to prepare lecture. മഹീറ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു.
So our question, journal entry open ചെയ്യാം. So I'm going to prepare first ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ബാങ്ക് ആണ്, കാരണം ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻസിൽ ബാങ്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. So I'm going to prepare one for bank. So my first ledger will be for bank. ഇനി നിങ്ങളുടെ ജോലി ട്രാൻസാക്ഷൻസ് എടുത്തിട്ട് ബാങ്ക് ഇൻവോൾവ് ആയ ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണം, അതിന്റെ എമൗണ്ടും പറഞ്ഞു തരണം. സോ മൈ ഫസ്റ്റ് ലെഡ്ജർ ഇസ് ബാങ്ക്. ഓക്കെ, ബാങ്ക് എന്താ, അസറ്റ് ഓർ ലയബിലിറ്റി? ഇത് ഏത് കാറ്റഗറിയിൽ വരും? ബാങ്ക് അസറ്റ് ഓർ ലയബിലിറ്റി? എന്തായിരിക്കും ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സർ? അസറ്റ്. അപ്പൊ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ അസറ്റിന്റെ ടി അക്കൗണ്ട് ഹിയർ. ഓക്കെ, അസറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടി അക്കൗണ്ട്. This is the debit side, this is the credit side. Opening balance ഏത് സൈഡിലാണ് വരണ്ടേ? ഡെബിറ്റ് സൈഡിൽ. My question is, ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും? ഇവിടെ ഓൾറെഡി ബാങ്കിൽ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ? ബാങ്ക് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ? ഇത് പുതിയതായിട്ട് തുടങ്ങിയ ബിസിനസ് അല്ലേ? അപ്പൊ ഡു ദേ ഹാവ് എൻ ഓപ്പണിംഗ് ബാലൻസ്? നോ. അടുത്ത വർഷം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അതിന്റെ ഓപ്പണിംഗ് ബാലൻസ്. റൈറ്റ് നൗ ദേ ഡോണ്ട് ഹാവ് എൻ ഓപ്പണിംഗ് ബാലൻസ്. Is it clear? ഇനി നിങ്ങൾ ട്രാൻസാക്ഷൻസ് വൺ ബൈ വൺ നോക്കിയിട്ട് ബാങ്കിന് ഇൻക്രീസ് വന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതായത് ബാങ്ക് കൂടിയ കേസസ്. സോ ട്രാൻസാക്ഷൻ വണ്ണില് ബാങ്ക് ഹാസ് ഇൻക്രീസ്ഡ്, ദെൻ ട്രാൻസാക്ഷൻ ടൂവിൽ ബാങ്ക് ബാലൻസ് കുറയുവാണ് ചെയ്തിരിക്കുന്നത്. ഫോർത്ത് ട്രാൻസാക്ഷനിൽ അഗൈൻ ബാങ്ക് ഹാസ് ഇൻക്രീസ്ഡ്. ഫിഫ്ത്ത് ട്രാൻസാക്ഷനിൽ ബാങ്ക് ബാലൻസ് ഹാസ് ഡിക്രീസ്ഡ്. Sixth again bank has increased. Then when it comes to eighth transaction, bank balance has decreased. Then on the 10th transaction, the bank balance has decreased. And again on the 11th transaction also bank balance has decreased. For the 12th also bank balance has decreased. അതെല്ലാവർക്കും മനസ്സിലായല്ലോ? ബാലൻസ് കൂടിയത് കുറഞ്ഞ കേസസ്. ഇനി എനിക്ക് ആദ്യം വേണ്ടത് ബാലൻസ് കൂടിയ കേസസ് വൺ ബൈ വൺ പറയണം. ആദ്യത്തേത് എന്ത് കാരണത്താലാണ് ബാങ്ക് ബാലൻസ് കൂടിയത്? ഏത് അക്കൗണ്ട്? അതെന്തിന്റെ കേസായിരുന്നു? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണല്ലോ ബാങ്ക് ബാലൻസ് കൂടിയത്. സോ ഓൾ ദ ഇൻക്രീസസ് ഹാസ് ടു ബി ഷോൺ ഓൺ വിച്ച് സൈഡ്? ഡെബിറ്റ് സൈഡ്. സോ ഏത് പേരിലായിരിക്കണം നിങ്ങൾ കാണിക്കേണ്ടത്? ഏത് പേരിലാണ് ഇൻക്രീസ് ആയത്? ദിസ് ഇസ് യുവർ ബാങ്കിന്റെ ലെഡ്ജർ. ബാങ്കിന്റെ ലെഡ്ജറിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. എന്ത് കാരണത്താലാണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്? ക്യാപിറ്റൽ കാരണമാണ്. സോ അത് ഏത് സൈഡിലാണ് കാണിക്കണ്ടേ? ഡെബിറ്റ് സൈഡിലാണ് നിങ്ങൾ കാണിക്കേണ്ടത്. ഗോട്ട് ദ ലോജിക് ദേർ? നമ്മൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റിന്റെ ടി അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ അസറ്റിനെ കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കണം, ഈ അസറ്റിനെ കുറച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കണം. സോ ക്യാപിറ്റൽ കാരണം ബാങ്ക് അസറ്റ്, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ അസറ്റ് കൂടിയോ എന്നാണ് നിങ്ങൾ നോക്കുന്നത്. സോ ക്യാപിറ്റൽ കാരണം ഈ അസറ്റ് കൂടി. സോ ഇതേപോലെ നെക്സ്റ്റ്, വാട്ട് വാസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ? 7,000. അടുത്തത് ബാങ്ക് ബാലൻസ് കൂടിയ ട്രാൻസാക്ഷൻ ഏതാണ്? Which is the next transaction where bank balance has increased? അടുത്ത ട്രാൻസാക്ഷൻ ഏത് കാരണത്താലാണ് ബാങ്ക് ബാലൻസ് കൂടിയത്? ലോൺ എടുത്തു. സോ ബാങ്ക് ലോൺ എത്ര? $2,000. ഇനി ബാങ്ക് ബാലൻസ് കൂടിയ അടുത്ത ട്രാൻസാക്ഷൻ എക്യുപ്മെന്റ് സെൽ ചെയ്തു. അപ്പൊ ബിക്കോസ് ഓഫ് സെയിൽസ് അതിന്റെ കറസ്പോണ്ടിങ് അക്കൗണ്ട് ആണ് നിങ്ങൾ കാണിക്കേണ്ടത്. സെയിൽസ്, വാട്ട് ഇസ് ദ വാല്യൂ? 10,000. ഓക്കെ, പിന്നെ നോക്ക് ട്രാൻസാക്ഷൻ നോക്കുന്ന എന്തിനാ? ട്രാൻസാക്ഷൻ എഴുതിയില്ല. ട്രാൻസാക്ഷൻ എടുക്ക്. ട്രാൻസാക്ഷൻ എടുത്തിട്ട് ഏതൊക്കെ ട്രാൻസാക്ഷൻ കാരണമാണ് ബാങ്ക് ബാലൻസ് കൂടിയതെന്ന് നോക്കുക. അടുത്തത് പേയ്മെന്റ് റിസീപ്റ്റ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് അക്കൗണ്ടിന്റെ പേര് ഏതാ? ട്രേഡ് റിസീവബിൾ അക്കൗണ്ട്. സോ ട്രേഡ് റിസീവബിൾസിൽ നിന്നും ക്യാഷ് ബാലൻസ് കൂടിയിട്ടുണ്ട്. എത്ര? $2,500. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി എല്ലാം ട്രാൻസാക്ഷൻസ് ബാങ്ക് ബാലൻസ് കുറച്ച ട്രാൻസാക്ഷൻസ് ആണ്. അത് ഏതൊക്കെയാ? തുടക്കം തൊട്ട് ബാലൻസ് കുറച്ച ട്രാൻസാക്ഷൻ റെന്റ്,
പേ ചെയ്തു, റൈറ്റ്? സോ റെന്റ് പെയ്ഡ്, എത്ര റെന്റ് പെയ്ഡിന്റെ എമൗണ്ട്? സോ റെന്റ് എക്സ്പെൻസ് thousand. So rent expenses. Rent expenses. എത്രയാ? $3,500. Okay. അടുത്ത ബാങ്ക് ബാലൻസ് കുറച്ച് ട്രാൻസാക്ഷൻ. ഷോപ്പ് ഫിറ്റിംഗ്സ് വാങ്ങിച്ചപ്പോ എത്രയാ? 2000. നന്ദന എഴുതിയിട്ടില്ല. Payment to supplier. What is the corresponding account? എനിക്ക് അക്കൗണ്ടിന്റെ പേരാണ്. എന്ത് അക്കൗണ്ട് കാരണമാണ് ബാങ്ക് ബാലൻസ് കുറഞ്ഞത്? അതിന്റെ കറസ്പോണ്ടിങ് അക്കൗണ്ട് ഏതാന്ന് നോക്ക്. ട്രേഡ് പേയബിൾ അക്കൗണ്ട്. So that is because of trade payable. $5,000. Then interest on. So which is interest expense. What is the value? $100. Other expenses, yes. Value 900. Then a drawings. Drawings എത്രയാ? 1,500. So now you look into this ledger. We have grouped all the transactions that are connected to your asset. ഏത് asset ഇവിടെ? Bank. So ബാങ്കിനെ കൂട്ടിയ കാര്യങ്ങൾ, ബാങ്ക് ബാലൻസ് കൂട്ടിയ കാര്യങ്ങൾ ഡെബിറ്റ് സൈഡിലും ബാങ്ക് ബാലൻസ് കുറച്ച് കാര്യങ്ങൾ ക്രെഡിറ്റ് സൈഡിലും. ഇത്രയേ ഉള്ളൂ. അതിന്റെ കറസ്പോണ്ടിങ് അക്കൗണ്ട് നെയിം എഴുതി വെക്കും. എമൗണ്ട് പോസ്റ്റ് ചെയ്യണം. ഇനി റിമെമ്പർ a rule. The debit side and credit side should be equal. രണ്ടും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഡെബിറ്റ് സൈഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുക. What is the total of debit side? എനിക്ക് ജസ്റ്റ് ടോട്ടൽ സെയിം ആയിരിക്കത്തില്ല. നിങ്ങൾ എനിക്ക് ടോട്ടൽ എത്രയാണെന്ന് പറഞ്ഞാൽ മതി. What is the total? സെയിം ആവത്തില്ല. ഇതെത്ര? 2,500. ഇപ്പത്തേതോ 14,000. സോ ഐഡിയലി രണ്ടിന്റെ ബാലൻസ് എത്രയാ വരണ്ടേ? എന്താണോ ഹയർ ബാലൻസ് അത് തന്നെയായിരിക്കണമല്ലോ വരേണ്ടത്. അപ്പൊ ഇവിടെ ഏത് സൈഡാ കുറഞ്ഞു പോയത്? സോ ക്രെഡിറ്റ് സൈഡിലായിരിക്കണം എന്ത് വരേണ്ടത്? ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. അതല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. Asset and closing balance should be on the credit side. Is it clear? So what is the closing balance? 6,000. Mahira, clear ആണോ ഇത്? Clear ആണോ? അതെ. Okay. So is this your answer? 6,500? Yes. Okay. So എങ്ങനെയാണ് ledger prepare ചെയ്യുന്നത്? ഐഡിയ കിട്ടിയല്ലോ. This is how you do a ledger preparation. Okay. So നമ്മള് എന്തിന്റെ ledger? Asset ആവാം, liability ആവാം, capital ആവാം, income ആവാം, expense ആവാം. So എന്തിന്റെയാണ് ledger prepare ചെയ്യുന്നത് നോക്കുക. ഇനി ആ പർട്ടിക്കുലർ ആയിട്ട് ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന മൊത്തം ബാങ്ക് ബാലൻസിലാണ്. ആ അസറ്റിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. കൂട്ടുന്ന കാര്യങ്ങൾ ഡെബിറ്റിലും കുറയ്ക്കുന്ന കാര്യങ്ങൾ ക്രെഡിറ്റ് സൈഡിലും. സോ ബാങ്ക് ബാലൻസ് കൂടാൻ ക്യാപിറ്റൽ ഒരു കാരണമായി, ബാങ്ക് ലോൺ ഒരു കാരണമായി, സെയിൽസ് ഒരു കാരണമായി, റിസീവബിൾ ഒരു കാരണമായി.
കുറയ്ക്കാൻ റെന്റ് എക്സ്പെൻസ്, ഷോപ്പ് ഫിറ്റിംഗ്സ് വാങ്ങി, ട്രേഡ് പേയബിൾ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, അതർ എക്സ്പെൻസസ് ആൻഡ് ഡ്രോയിങ്സ്. ഐഡിയലി രണ്ട് ബാലൻസും സെയിം ആവണം. സോ ഇവിടെ ഏത് സൈഡിലാണോ ഡിഫറൻസ് ആ സൈഡിലായിരിക്കും ഞാൻ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് ബാക്കി ലെഡ്ജറോട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? Can you do the remaining ledger? അപ്പൊ ഇനി നിങ്ങൾ എത്ര ലെഡ്ജർ അപ്പൊ പ്രിപ്പയർ ചെയ്യണം? അറൌണ്ട് 10 ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ ഇത്രയും ലെങ്തി ആയിട്ടുള്ള വേറെ ലെഡ്ജർ ഉണ്ടാവത്തില്ല. ഇതിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് ഉള്ളത്. ബാക്കിയുള്ള ക്യാപിറ്റലിന് രണ്ട് ലെഡ്ജർ, ഒരു ലെഡ്ജറിൽ രണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ട് അല്ല, ക്യാപിറ്റലിന് ഒരു ട്രാൻസാക്ഷനേ ഉള്ളൂ. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. ട്രേഡ് റിസീവബിൾ എനിക്ക് തോന്നുന്നു രണ്ട് ട്രാൻസാക്ഷൻ എന്താ വരുന്നുണ്ട്. പേബിളിനും അതേപോലെ രണ്ട് ട്രാൻസാക്ഷൻ എന്താ വരുന്നുണ്ട്. ബാങ്ക് ലോണിന് ഒരെണ്ണം, റെന്റിന് ഒരെണ്ണം, അതർ എക്സ്പെൻസസ് ഒരെണ്ണം, ഡ്രോയിങ്സിന് ഒരെണ്ണം. ബാക്കിയെല്ലാം ചെറുതാണ്. സെയിൽസിന് ഒരെണ്ണം, പർച്ചേസസിന് ഒരെണ്ണം. രണ്ടെണ്ണം ഉണ്ട്. ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്, ക്യാഷ് സെയിൽസ് ഉണ്ട്. ഓക്കെ, സോ ബാക്കി യു ഹാവ് ടു പ്രിപ്പയർ. സെയിൽസ് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലും ക്യാഷ് സെയിൽ ആണെങ്കിലും ഒരു സിംഗിൾ അക്കൗണ്ട് മതി. പർച്ചേസസ് അതേപോലെ, ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിലും ക്യാഷ് പർച്ചേസ് ആണെങ്കിലും സെയിം. എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്ത് വേറെയാണ്. അതായത് നോൺ കറന്റ് അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം? നോൺ കറന്റ് അസറ്റിന്റെ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. പർച്ചേസുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ലല്ലോ. അല്ലല്ലേ, ഇത് വേറെ. ഇത് ഏത് അസറ്റാ? ബാങ്ക് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. വേറെ നോൺ കറന്റ് അസറ്റ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഷോ ഇറ്റ് സെപ്പറേറ്റ്ലി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഷോപ്പ് ഫിറ്റിംഗ്, അതിന് വേറെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. അതിന് മാത്രമായിട്ട് ഒരു ലെഡ്ജർ. അല്ലെങ്കിൽ ഈ ഒരു ലെഡ്ജറിൽ ഞാൻ ഒരേ ഒരു അസറ്റ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഏതാണ്? ബാങ്ക് ബാലൻസ് എന്ന് പറയുന്ന അസറ്റ് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ബാക്കി അസറ്റിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടി വരും. So, can you give it a try? Just finish this off and move to the next ledger. Should be Mahira, ഇത് എഴുതുവാണോ അതോ are you going to do the next one? Next one. Okay, ഇത് എഴുതി കഴിഞ്ഞില്ലേ? Okay, so next one. അടുത്ത ട്രാൻസാക്ഷൻ ഏതായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. അഗൈൻ ഈ കേസിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് പറയാനില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ ന്യൂ ബിസിനസ് ആണ്. സോ ദർ ഇസ് എ ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ദർ ഇസ് നോ ഓപ്പണിംഗ് ബാലൻസ്. ഉണ്ടായിരുന്നെങ്കിൽ അത് എവിടെയാ വരേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവിടെ ക്യാപിറ്റലിനെ കൂട്ടുന്ന ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. വേറെ ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഒരു ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അക്കൗണ്ട് നെയിം എന്താണ്? ഡ്രോയിങ്സ് എന്നാണ്. അപ്പൊ ക്യാപിറ്റലായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ ഏത് അക്കൗണ്ടാണ് നിങ്ങൾ ഇവിടെ എഴുതാൻ പോകുന്നത്? ഏത് സൈഡിലാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്? ക്രെഡിറ്റ് സൈഡിൽ. വാട്ട് വിൽ ബി ദ നെയിം? ബാങ്ക് കാരണം, അതായത് ബാങ്ക് ബാലൻസ് കാരണമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ അവിടെ കൂടിയിരിക്കുന്നത്. സോ ദ കറസ്പോണ്ടിങ് നെയിം ഷുഡ് ബി ഫോർ ബാങ്ക്. റിമെമ്പർ, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും സെയിം ബാലൻസ് വരണം. അപ്പൊ ഇവിടെ എത്ര വരേണ്ട? 7,000. ഇവിടെയും 7,000. അപ്പൊ ഇവിടെ 7,000 ഇല്ല. സോ വാട്ട് ഷുഡ് ബി ദ ക്ലോസിംഗ് ബാലൻസ്? 7,000. മനസ്സിലായി? വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലല്ലോ ക്യാപിറ്റലില്. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലും ആണ്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് 7,000 ആക്കുക. Got it? ഇനി ഇതേപോലെ അടുത്ത ട്രാൻസാക്ഷൻ ഇസ് റെന്റ് എക്സ്പെൻസ്. റെന്റ് എക്സ്പെൻസ് ലെഡ്ജർ. പക്ഷെ റിമെമ്പർ, എക്സ്പെൻസുകൾക്ക് ഇൻകത്തിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവത്തില്ല കേട്ടോ. എക്സ്പെൻസുകൾക്ക് ഇൻകത്തിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവത്തില്ല. സോ എക്സ്പെൻസ് പേ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെൻസ് കൂടുവാണോ കുറയുവാണോ ചെയ്തത്? എക്സ്പെൻസ് കൂടുവാണോ കുറയുവാണോ ചെയ്തത്? കൂടുക ചെയ്തിരിക്കുന്നത്. റെന്റ് എക്സ്പെൻസ് ഡെബിറ്റ് അല്ലേ ചെയ്തിരിക്കുന്നത്. ഡെബിറ്റ് റെന്റ് എക്സ്പെൻസ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എക്സ്പെൻസ് കൂടുകയല്ലേ ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ അതിന് കറസ്പോണ്ടിങ് അക്കൗണ്ട് എന്താ? ബാങ്ക്. എക്സ്പെൻസ് കൂടി. എക്സ്പെൻസ് കൂടുന്നത് ഈ സൈഡിൽ കാണിക്കണം. സോ ബാങ്ക് അക്കൗണ്ട്, വാട്ട് വാസ് ദ വാല്യൂ? 3,500. നൗ ഇവിടെയും ബാലൻസ് രണ്ടും ടോട്ടൽ എത്ര വരണ്ടേ? 3,500. ഇവിടെയും 3,500. പക്ഷെ റിമെമ്പർ, നമുക്ക് ഇവിടെ ക്ലോസിംഗ് ബാലൻസ് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ എന്താ എഴുതാൻ വേണ്ടി പോകുന്നത്? 2 SOPL ഈ 3,500 പോണം. അതായത് ഈ വർഷം SOPL ഇട്ട് അത് തീർക്കുക. അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റൂല. 2 SOPL. Is it clear? Is it clear? Next one. അടുത്തത്
Capital ആയ രണ്ട് എക്സ്പെൻസ് ആയി. Purchases account ഉണ്ട്. So there is only a single transaction for purchases account. Purchase account കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. Trade payable കാരണം. So next is purchases. What is it? Expense or income? Expense. This is also an expense. So there is a debit side ഉണ്ട്, credit side ഉണ്ട്. Opening balance ഉണ്ടാവാൻ പാടില്ല. ഏത് സൈഡിലെ ട്രേഡ് പേയബിൾ കാണിക്കണ്ടേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലെഡ്ജർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ് അതിന്റെ മീനിങ്. അതായത് ഇങ്ങനെ ഒരു ലെഡ്ജർ ഇൻഡിവിജ്വലി കാണുവാണെങ്കിൽ ഓക്കെ. സോ ഇവിടെ ഇവർ കടത്തിന്റെ സാധനം പർച്ചേസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാണ്. ഡെബിറ്റ് സൈഡിൽ ട്രേഡ് പേയബിൾ, ദിസ് ഇസ് പർച്ചേസസ് എന്ന് പറയുന്ന അക്കൗണ്ട് ആണ്. പർച്ചേസ് കൂടുന്ന കാര്യങ്ങളാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? പർച്ചേസ് കൂടാനുള്ള കാരണം ട്രേഡ് പേയബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കടത്തിന് സാധനം വാങ്ങിയതായിരിക്കും. നേരെ ഇവിടെ ബാങ്ക് ആയിരുന്നെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്തിട്ട് ഇൻവെന്ററി വാങ്ങിയതായിരിക്കും. സോ എഗെയിൻ പർച്ചേസസ് ആണ്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവത്തില്ല. സോ ഇൻസ്റ്റെഡ് ഈ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യണം? ടു ക്രെഡിറ്റ് സൈഡിൽ ടു SOPL 5,000. കാരണം അവിടെ 5,000 എഴുതിയാലേ രണ്ട് സൈഡ് ടാലി ആവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത ഏതാ? റെന്റ് എക്സ്പെൻസ് ആയി, പർച്ചേസസ് ആയി. മഹിറ കിട്ടുന്നുണ്ട് എവിടെയെങ്കിലും? ഇഫ് യു ഗെറ്റിംഗ് സ്റ്റക്ക് പ്ലീസ് പറയണം കേട്ടോ. അടുത്തേതാ? ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ ഇസ് എ ലയബിലിറ്റി. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവാം, പക്ഷെ ഈ കേസിലില്ല. പൊതുവെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവാം. അപ്പൊ ഏത് സൈഡിലാണ് ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡ്. ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ കാണിക്കേണ്ടത് ഇവിടെയാണ്. ഇനി ഇവിടെ നിങ്ങളുടെ ബാങ്ക് ലോൺ കൂടുകയല്ലേ ചെയ്തിരിക്കുന്നത്, അപ്പൊ അത് ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? ലയബിലിറ്റി കൂടുന്നത് ക്രെഡിറ്റ് സൈഡില്. എന്ത്? ബാങ്ക് കാരണം ബാങ്ക് ബാലൻസ് കൂടി 1000. രണ്ട് സൈഡും 1000 വരണം. സോ രണ്ട് സൈഡിലും 1000 വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസിംഗ് ബാലൻസ്, ഇത് ബാങ്ക് ലയബിലിറ്റി ആണ്, ബാങ്ക് ലോൺ. സോ ക്ലോസിംഗ് ബാലൻസ് എത്ര വരണം? 1000 വരണം. ഇത് നിങ്ങൾക്ക് പഠിക്കുന്നത് ഇറ്റ് വിൽ ബി എ ലോട്ട് യൂസ്ഫുൾ ഇൻ യുവർ FA പേപ്പർ. ഓക്കെ, കുറെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ നോളജ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ബാങ്ക് ലോൺ കഴിഞ്ഞാൽ പിന്നെ ഷോപ്പ് ഫിറ്റിംഗ്. ഓക്കെ, സോ അത് വേറൊരു അസറ്റ്, നോൺ കറന്റ് അസറ്റ് ആണ്. അപ്പൊ സെപ്പറേറ്റ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. സോ ഷോപ്പ് ഫിറ്റിംഗ് ഇറ്റ്സ് എ നോൺ കറന്റ് അസറ്റ്. ഇറ്റ്സ് എ നോൺ കറന്റ് അസറ്റ് ആണ്. ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിലാണ് പോകണ്ടേ? ഡെബിറ്റ് സൈഡിൽ. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഇനി ഷോപ്പ് ഫിറ്റിംഗ് കൂടുകയല്ലേ ചെയ്തിരിക്കുന്നത്? കാശ് കൊടുത്തിട്ടാണോ വാങ്ങിച്ചത്? യെസ്. സോ ബാങ്ക് അക്കൗണ്ട് എത്രയാ? $2,000. സോ രണ്ട് സൈഡും 2000 ആയിരിക്കണം. രണ്ട് സൈഡും 2000 ആവണമെന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ക്ലോസിംഗ് ബാലൻസ്? 2000. ഇനി എന്താ അടുത്തത്? നമ്മൾ പർച്ചേസസ് റെക്കോർഡ് ചെയ്താണോ? സെയിൽസ്. സെയിൽസ് ഇസ് എൻ ഇൻകം. സോ ഇൻകത്തിന്റെ കേസിൽ there is a debit side and credit side. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാകത്തില്ല. കൂടുന്നൊക്കെ എവിടെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റിൽ. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്യാഷ് സെയിൽ നടത്തിയിട്ടും പൈസ വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടും പൈസ വന്നിട്ട്, ഐ മീൻ ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടും സെയിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ സെയിൽസിനെ കൂട്ടുന്ന രണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. വൺ ഇസ് എ ബാങ്ക് and the other one is trade receivable. എമൗണ്ട് പറഞ്ഞു. ബാങ്കിന്റെ എത്രയാ? 10,000. And for trade receivable 2,500. Now this is income ആണ് കേട്ടോ. ഇതിന് ബാലൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ എത്രയാ നമ്മുടെ ടോട്ടൽ വരേണ്ട? 12,000. അപ്പൊ ബാലൻസ് ഏത് സൈഡിലാണ് കാണിക്കണ്ടേ? SOPL എന്ന് പറഞ്ഞ ഡെബിറ്റ് സൈഡില്.
എത്ര ബാലൻസ് വരണ്ടേ? 5. ഇനി എന്താ ഉള്ളത്? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കാണും, അതർ എക്സ്പെൻസസ് കാണും. ട്രേഡ് റിസീവബിൾ. ട്രേഡ് പേയബിൾ അപ്പൊ നമ്മൾ എഴുതിയിട്ടില്ലല്ലോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ട്രേഡ് റിസീവബിൾസ്, അസറ്റ് ഓർ ലയബിലിറ്റി? Asset. So debit, credit. Okay. Now, opening balance ഉണ്ടായിരുന്നെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ഇല്ല. ഇനി നിങ്ങൾ റിസീവേഴ്സിനെ കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും 1 by 1 നോക്കിയേ. എന്തൊക്കെയാണ് നിങ്ങൾ റിസീവേഴ്സിനെ കൂട്ടുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ റിസീവബിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജേർണൽ എൻട്രി അപ്പൊ സൈഡിൽ നോക്കിയാൽ മതി. അവിടെ ഒരു ക്രെഡിറ്റ് സെയിൽ നടത്തിയായിരുന്നു, കണ്ടായിരുന്നോ? അപ്പൊ സെയിൽ കാരണം എത്ര? 2005. പിന്നെ ട്രേഡ് റിസീവബിളിന്റെ വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടോ? അപ്പൊ പിന്നെ റിസീവബിൾ ഇല്ലാണ്ടായില്ലേ? അപ്പൊ ബാങ്ക് കാരണം 2500 പോയി. സോ രണ്ട് സൈഡും ബാലൻസ് ആയി. സോ ഡു യു ഹാവ് എ ക്ലോസിംഗ് ബാലൻസ്? ഐ മീൻ ഡു യു ഹാവ് എ ബാലൻസ് ഹിയർ? ഈ ട്രാൻസാക്ഷൻ അവിടെ തന്നെ ക്യാൻസൽ ഔട്ട് ആയി പോയെന്നല്ലേ? അതായത് നിങ്ങൾ കടത്തിന് സാധനം വാങ്ങി അതിന് പേയ്മെന്റ് നിങ്ങളുടെ കസ്റ്റമർ കൊണ്ട് തന്നു. സോ നെറ്റ് ഇഫക്റ്റ് സെയിം ആണ്. there is no balance. ഇവിടെ SOFP-യിലേക്ക് ബാലൻസ് ഒന്നും പോകുന്നില്ല. അടുത്തത് ഇതേപോലെ പേയബിൾ ഒന്നും ക്ലോസിംഗ് ബാലൻസ് ഇല്ല. അതായത് ഇത് നിങ്ങൾ ഒന്നും SOFP-യിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം ഈ ട്രാൻസാക്ഷൻ അവിടെ തന്നെ എന്തായി? ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി കടത്തിന്റെ സാധനങ്ങൾ നിങ്ങൾ സെല് ചെയ്തു, ആ പൈസ അവർ കൊണ്ടുതന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അസറ്റ് ഇല്ല SOFP-യിലേക്ക് കാണിക്കാൻ. ഈ ക്ലോസിംഗ് ബാലൻസ് ഒക്കെ നമ്മൾ SOFP-യിലാണ് കൊണ്ടുപോകേണ്ടത്. കൊണ്ടുപോകാൻ ബാലൻസ് ഇല്ല. അടുത്തത് ലയബിലിറ്റി. ട്രേഡ് പേയബിളിന്റെ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടത്? ഒരു പർച്ചേസ് നടത്തുന്ന ട്രാൻസാക്ഷൻ ഉണ്ട്. സോ ഓപ്പണിംഗ് ബാലൻസ് ഷുഡ് ബി ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. അങ്ങനെ ഒരു ബാലൻസ് ഇല്ല. പിന്നെ പെർച്ചേസസ് ഉണ്ട്. എത്രയാ? ഞാൻ അതിന്റെ പൈസ തിരിച്ചു തരുന്നില്ലേ? അപ്പൊ ബാങ്ക് റിസീവ് പേയബിളിനെ കൂട്ടുന്നതല്ല ഇവിടെ, കുറയ്ക്കുന്നതല്ല ഇവിടെ. ബാങ്ക് ആ സെയിം എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലേ? Again, do you have anything to take to your SOFP? No, no balance left. ആ ട്രാൻസാക്ഷൻ അവിടെ ക്യാൻസൽ ഔട്ട് ആയിപ്പോയി. ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസും അതർ എക്സ്പെൻസസും ഡ്രോയിങ്സും കൂടി ഉള്ളു, വേറെ ഒന്നുമില്ലല്ലോ. സോ കമ്മിങ് ടു ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. അത് ബാങ്ക് ലോൺ ആയിട്ടൊന്നും ക്ലബ് ചെയ്തേക്കില്ല. ബാങ്ക് ലോണിന്റെ ആണെന്ന് എനിക്ക് അറിയാം, പക്ഷെ അത് സെപ്പറേറ്റ് അക്കൗണ്ട് ആണ് കേട്ടോ. സോ ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവാൻ പാടില്ല. എക്സ്പെൻസിനെ കൂട്ടുന്നത് ഇവിടെയാണ് കാണിക്കേണ്ടത്. സോ വാട്ട് വാസ് ഇറ്റ്? ബാങ്ക് അല്ലേ, യു പെയ്ഡ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. എത്രയാ? 100. സോ രണ്ട് സൈഡും 100 വരണം. അങ്ങനെയാണെങ്കിൽ ടു SOP-ൽ എത്രയാ വരിക? ഇനി അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസിന്റെ കേസിൽ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതർ എക്സ്പെൻസ് അഗൈൻ ബാങ്ക് അക്കൗണ്ട്. എത്രയാ? 1900. സോ രണ്ട് സൈഡിലും 1900 വരണമെങ്കിൽ ടു SOP-ൽ എത്രയായിരിക്കും വരണ്ടേ? 1900. ലാസ്റ്റ് വൺ, ഡ്രോയിങ്സ്. Even though capital ഉള്ള റിഡക്ഷൻ ആണെങ്കിലും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ല അത് കാണിക്കുന്നത്. ഡ്രോയിങ്സിന് വേണ്ടി സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ദിസ് ഇസ് റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇത് കൂടുന്നതൊക്കെ ഏത് സൈഡിൽ കാണിക്കണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. കുറയുന്നതൊക്കെ ഏത് സൈഡ് കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവത്തില്ല. ഇത് ക്യാപിറ്റൽ അല്ല, ക്യാപിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ്. ക്യാപിറ്റൽ കുറയുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ എങ്ങനെ ഓർത്താൽ മതി? ക്യാപിറ്റൽ നിങ്ങൾ ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ്, ഡെബിറ്റ്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ്. ഇവിടെ ഡ്രോയിങ്സ് കൂടുന്ന കേസസ് ഒക്കെ ഡെബിറ്റ് സൈഡിലും ഡ്രോയിങ്സ് കുറയുന്ന കേസസ്
ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പൊ ഡ്രോയിങ്സ് കൂടുന്ന കേസ് ഏതാ? എത്രയാ? ബാങ്ക് അല്ല 1000. സോ രണ്ട് സൈഡും പ്ലീസ് കീപ് ഇൻ മൈൻഡ് ടു SOP ഒന്നും എഴുതി വെച്ചേക്കല്ലേ. ഇത് എക്സ്പെൻസും അല്ല ഇൻകം അല്ല, SOP പോകുന്ന ഫിഗർ അല്ല. സോ റിമെമ്പർ ദിസ് ഈസ് ബാലൻസ് അഡ്ജസ്റ്റഡ് ഇൻ ക്യാപിറ്റലിലേക്കാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ 1500 നിങ്ങളുടെ ക്യാപിറ്റലിനെ കുറയ്ക്കും. സോ അങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. So you have prepared ledger. ഇതിപ്പോ നമ്മൾ ബേസിക് ലെഡ്ജർ, ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ള ലെഡ്ജർ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ലെഡ്ജറിൽ ഐഡി കിട്ടി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് പറയുന്നത് ഈ ലെഡ്ജർ ആയിരിക്കും. ഇതേപോലെ ഒരു ലെഡ്ജർ ആയിരിക്കും. കുറെ ട്രാൻസാക്ഷൻസ് ക്വസ്റ്റനിൽ തരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഫിഗർ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഈ ലെഡ്ജറിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് റെന്റ് എക്സ്പെൻസസിന്റെ എമൗണ്ട് എന്ന്. അപ്പൊ ഞാൻ എല്ലാം കറക്റ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യും. രണ്ട് സൈഡിലെ ബാലൻസ് ഇത്രയും വരണമെങ്കിൽ ഇവിടെ എന്തായിരിക്കാം? ഈ ക്ലോസിംഗ് ബാലൻസിന് പകരം ഇത് കണ്ടുപിടിക്കാൻ നോക്കിയാൽ പോരെ. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്നായിരിക്കും. അപ്പൊ എല്ലാം അതത് സൈഡിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡിഫറൻസ്. ഇനി കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേനും ജേർണൽ എൻട്രിയുടെ സഹായം ഇല്ലാതെ ആയിരിക്കും നമ്മൾ ലെഡ്ജർ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ നമ്മൾ എപ്പോ തീർക്കാനാണ് 2 മണിക്കൂറിന്റെ എക്സാമിൽ എല്ലാ ജേർണൽ എൻട്രിയും പാസ് ചെയ്തിട്ട് പിന്നെ അത് വെച്ച് ലെഡ്ജർ പ്രിപ്പയർ, ദാറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. സോ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ജേർണൽ എൻട്രി വെച്ചിട്ടായിരിക്കും ലെഡ്ജർ പറയുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും അസറ്റ് ആണെങ്കിൽ കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഡെബിറ്റിലും കുറയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ക്രെഡിറ്റിലും. അപ്പൊ ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധം വരണം, ഈ അസറ്റ് കൂടുവാണോ കുറയുവാണോ ചെയ്തത്. കൂടുവാണെങ്കിൽ ഡെബിറ്റിലിട്ടോ, കുറയുവാണെങ്കിൽ ക്രെഡിറ്റിലിട്ടേക്കാം. നമുക്ക് ജേർണൽ എൻട്രി ഒന്നും പാസ് ചെയ്യാതെ തന്നെ we will start doing this ledger preparation. Okay, കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു വർഷൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു തരാം. സോ തൽക്കാലം we'll take a break. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? മഹിറ? ക്ലിയർ ആണ്. So we'll take a small break. എന്തെങ്കിലും ഫിനിഷ് ചെയ്യാനുണ്ടെങ്കിൽ just finish it off. ഒരുമിച്ച് ചെയ്യാം. Douglas has the following transactions during January. ഇതെല്ലാം ജനുവരിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. Introduce 5000 cash as capital. So first transaction. What will be the journal entry? Debit, bank, and credit, capital. So your capital will increase, bank balance will also increase by $5,000. Okay. Next, purchase goods on credit from Richard worth 2,000. Goods ആണ്, അതായത് inventory purchase ചെയ്തു എന്നാണ്. So what will be the journal entry? Debit, purchases, credit, on credit എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാശ് കൊടുത്തിട്ടില്ല. Trade payable, amount $2,000, $2,000. Paid rent for 1 month. So debit rent, payable വരില്ല. Expenses, അതായത് ഡ്യൂ ആയി കഴിഞ്ഞിട്ട് പേ ചെയ്യുന്ന കേസ് അല്ലല്ലോ, ഇമ്മീഡിയറ്റ്ലി തന്നെ പേ ചെയ്യുവാണ്. ആൻഡ് ക്രെഡിറ്റ് ബാങ്ക് ബാലൻസ് 500. Paid electricity for 1 month. Again immediately pay ചെയ്യുവാണ്. Electricity expenses 200 and credit bank 200. Purchased car for cash. Car is a non-current asset. So debit car account and credit cash bank. So that will be 1,000. Sold half of the goods on credit to Tish. പകുതി ഗുഡ്സ് വിറ്റു എന്നാണ് പറഞ്ഞത് ഓൺ ക്രെഡിറ്റ്. സോ വാട്ട് വിൽ ബി ദി ജേർണൽ എൻട്രി? ഡെബിറ്റ് ട്രേഡ് റിസീവബിൾസ്. വി ആർ നോട്ട് ഹാവിംഗ് ക്യാഷ്, പകരം റിസീവബിൾസ് ആണ് 1750.
and credit sales as your income. Drew 300 for his own expense. Debit drawings. And എന്താ withdraw ചെയ്തത്? Cash ആണ്, bank balance ആണ് കുറഞ്ഞത്. Sold goods for cash. Debit, bank, credit, sales. So I think the journal entry part you guys are pretty okay with now. അത്യാവശ്യം journal entry നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും മനസ്സിലാവുന്നുണ്ട്. ഇനി ledger part. ഇനി ഇത് വെച്ചിട്ട് ledger വരയ്ക്കുക, അത് നിങ്ങളുടെ ജോലിയാണ്. You do it on your own. ഇനി നമുക്ക് journal entry ഇല്ലാതെ ledger വരയ്ക്കാൻ പഠിക്കാം. Okay, without journal entry. So I'm going to give you some information, okay? Imagine trade receivables. ഈ question നിങ്ങൾ എഴുതണം. Trade receivables on 1st of January. On 1st of January 2024. Trade receivables on 1st January 2024. This is $24,000. Okay. Now, made a credit sales of $120,000. Cash sales, ഇതൊക്കെ during January ആണ് കേട്ടോ, ഇതെല്ലാം ജനുവരി സംഭവിക്കുന്നതാണ്. Cash sales of $25,000. Irrecoverable rent. മേ ബി ചില ആൾക്കാർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കുകയില്ല, ഇതിനെക്കുറിച്ചും പിന്നീട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. $1,000. Cash received from credit customers. $100,000. ഇതാണ് സിറ്റുവേഷൻ. Calculate the trade receivable balance as at 31st January 2020. This is the case. Without passing journal entry. ഇതൊക്കെ transactions ആണല്ലോ. ഇതിൽ ഈ opening balance ഒഴികെ ബാക്കി എല്ലാ transactions ആണ്, events ആണ് അല്ലെ. ക്രെഡിറ്റ് സെയിൽ നടത്തി, ക്യാഷ് സെയിൽ നടത്തി. ഇർറിക്കവറബിൾ റെന്റ് എന്നാണ് നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു തന്നേക്ക്. റിക്കവറബിൾ റെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടത്തിന് വിറ്റ സാധനം എത്ര റിക്കവറബിൾ റെന്റ് വന്നിരിക്കുന്ന 1000. നിങ്ങൾ കടത്തിന് വിറ്റു 1000, തിരിച്ചു കിട്ടൂല. അത് കിട്ടാ കടമായി പോയെന്ന് പറയും. അതായത് ആ പൈസ നമുക്കിനി നമ്മുടെ കസ്റ്റമർ തരില്ല. മേ ബി കസ്റ്റമർ ബാങ്ക്രപ്റ്റ് ആയി കാണും, കസ്റ്റമർ മുങ്ങി. കസ്റ്റമർ എവിടെയെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് കടത്തിന് സാധനം 1000 സാധനം വാങ്ങിച്ച ആൾ മുങ്ങിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ 2000 സാധനം വാങ്ങിച്ചിട്ടുണ്ടാവും. 1000 നമുക്ക് തന്നു, 1000 ഇനി കിട്ടത്തില്ല, അയാൾ ബാങ്ക്രപ്റ്റ് ആയി പോയി കഴിഞ്ഞു. സോ ഹി ഈസ് നോട്ട് ഏബിൾ ടു പേ ദ 1000. അങ്ങനെ നമുക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പ് വരുന്ന കടത്തെയാണ് നമ്മൾ ഇർറിക്കവറബിൾ റെന്റ് എന്ന് വിളിക്കുന്നത്. എന്താ ഇർറിക്കവറബിൾ റെന്റിന്റെ മീനിങ് മനസ്സിലായല്ലോ? നിങ്ങൾ ഒരാൾക്ക് സാധനം കടത്തിന് വിറ്റു, ആ എമൗണ്ട് നിങ്ങൾക്ക് ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യാറുള്ളത്. പക്ഷെ ആ റിസീവബിൾ ഇനി നിങ്ങൾക്ക് കിട്ടില്ല. യു വിൽ നെവർ ഗെറ്റ് ദാറ്റ് റിസീവബിൾ. Okay, that amount is irrecoverable debt or bad debt എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൊമേഴ്സുകാരൻ സെയിൽസ് ആണ് irrecoverable debt എന്ന് പറയുന്നത്. ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തേക്കാം, അത് നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഞാനിപ്പോ അതിനെ കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അലവൻസ് no allowance previously made. No allowance previously made. Okay. So
സോ ക്യാൻ യു ഗിവ് ഇറ്റ് എ ട്രൈ. ജേർണൽ എൻട്രി പാസ് ചെയ്യരുത്. ജേർണൽ എൻട്രി പാസ് ചെയ്യാതെ ലെഡ്ജറിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് ട്രേഡ് റിസീവബിളിന്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിച്ച് തരാം. ട്രേഡ് റിസീവബിളിന്റെ ക്ലോസിംഗ് ബാലൻസ്. ബട്ട് യു ഷുഡ് നോട്ട് യൂസ് ജേർണൽ എൻട്രി. Can you give it a try? ജേർണൽ എൻട്രി യൂസ് ചെയ്യാൻ പാടില്ല. സോ ഫസ്റ്റ് ഇത് ട്രേഡ് ഏത് ലെഡ്ജറാണ് നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത്? ട്രേഡ് റിസീവബിളിന്റെ ലെഡ്ജർ വിച്ച് ഇസ് അസറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിൽ വരണം? ഡെബിറ്റ് സൈഡിൽ. എനിത്തിങ് ദാറ്റ് ഇൻക്രീസസ് യുവർ ട്രേഡ് റിസീവബിൾസ് ഓൺ ദി ഡെബിറ്റ് സൈഡും ആൻഡ് എനിത്തിങ് ദാറ്റ് ഡിക്രീസസ് യുവർ ട്രേഡ് റിസീവബിൾ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ആലോചിച്ചിട്ട് ആ ഒരു ലോജിക് വെച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ജേർണൽ ഉപയോഗിക്കാനേ പാടില്ല. ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിൽ വരണം? Which is 20,000. Anything that increases your trade receivables on the debit, anything that decreases your trade receivable on the credit. So, first event ആണ് credit sales. കടത്തിന് സാധനം വിറ്റു. റിസീവബിൾ കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? കൂടുവല്ലേ ചെയ്യുന്നത്. നമ്മൾ കടത്തിന് സാധനം വിൽക്കുമ്പോൾ നമ്മുടെ റിസീവബിൾ ബാലൻസ് ഒന്നുകൂടെ കൂടുവാണ് ചെയ്യുന്നത്. സോ ക്രെഡിറ്റ് സെയിൽസ് വിൽ കം ഓൺ ദ ഡെബിറ്റ് സൈഡ്. എത്ര വരും? $20,000. Okay. Cash sales. Cash sales എവിടെ വരണം? ഡെബിറ്റ് സൈഡിൽ വരണോ ക്രെഡിറ്റ് സൈഡിൽ വരണോ? ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് റിസീവ്ഡ് ഇൻവോൾവ് അല്ല. നമ്മൾ റെഡി ക്യാഷിനല്ലേ വിൽക്കുന്നത്. അവിടെ റിസീവബിൾ അക്കൗണ്ടേ വരില്ല. Is it clear? So this is not affecting your trade receivables. Is it clear? അത് നോക്കണ്ട. Irrecoverable debt. കാരണം കിട്ടാക്കടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള റിസീവബിൾ ബാലൻസ് അത്രയും കുറയുവാണ് ചെയ്യുന്നത്. സോ irrecoverable debt that will come on your credit side. മഹിറ ക്ലിയർ ആണോ? ഇവിടെ വരെ ക്ലിയർ. ഓക്കെ. അടുത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ക്രെഡിറ്റ് കസ്റ്റമേഴ്സ്. നിങ്ങളുടെ ക്രെഡിറ്റ് കസ്റ്റമേഴ്സ് അവരെ നിങ്ങൾ വിളിക്കുന്ന ട്രേഡ് റിസീവബിൾ എന്നാണ് കേട്ടോ. അവര് നിങ്ങൾക്ക് പൈസ കൊണ്ട് തന്നു. അപ്പൊ നിങ്ങളുടെ റിസീവബിൾ കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? കുറയുവാണ് ചെയ്യുന്നത്. അവർ അത്രയും പൈസ കൊണ്ട് തരുമ്പോൾ നിങ്ങൾക്ക് ആ കിട്ടാനുള്ള പൈസ കുറയുവാണ് അവിടെ ചെയ്യുന്നത്. റിസീവബിൾ ബാലൻസ് വിൽ റെഡ്യൂസ് ദാറ്റ്. സോ ക്യാഷ് റിസീവ്ഡ് ഏത് സൈഡിൽ തന്നെയാ വരണ്ടേ? ക്രെഡിറ്റ് സൈഡിലാണ് വരണ്ടേ. സോ എത്ര ക്യാഷ് റിസീവ്ഡ് വരുന്നത്? $100,000.
Clear ആണോ? Understood the reason? നിങ്ങൾ journal entry pass ചെയ്തോ? Did you pass any journal entry here? No. So even without passing journal entry, concept ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതത് സൈഡിൽ പോസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി രണ്ട് സൈഡും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ ശരിക്കും രണ്ട് സൈഡിന്റെ ബാലൻസ് എത്രയാ വരണ്ടേ? ടോട്ടൽ ബാലൻസ് എത്രയാ വരണ്ടേ? ഇറ്റ് ഷുഡ് ബി 144,000 ആണ് വരണ്ടേ. ഓക്കെ, പക്ഷേ ക്രെഡിറ്റ് സൈഡ് അത്ര ഇല്ലല്ലോ. So what is the closing balance? Closing balance is 43,000. സംഭവം മനസ്സിലായോ? ക്യാഷ് റിസീവ്ഡ് ഒന്നുകൂടി പറയാം. Cash received. Cash received from credit customers എന്നാണ്. ക്രെഡിറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് കടത്തിന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയത്. അപ്പൊ ഞാൻ ജേർണൽ എൻട്രി വെച്ചിട്ട് പറഞ്ഞുതരാം. സോ ജേർണൽ എൻട്രി എന്തായിരിക്കും? കടത്തിന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ജേർണൽ എൻട്രി എന്താ? ഡെബിറ്റ്, ട്രേഡ് റിസീവബിൾ, ക്രെഡിറ്റ്, സെയിൽസ് എന്നാണ് അല്ലെ? അതെ. ഇനി നാളെ അവർ നിങ്ങൾക്ക് പൈസ കൊണ്ടു തരുമ്പോൾ ജേർണൽ എൻട്രി എന്തായിരിക്കും? ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ്, ഇതല്ലേ ജേർണൽ എൻട്രി? ട്രേഡ് റിസീവ്. അതായത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ച റിസീവബിൾ ബാലൻസ് കുറയും എന്നല്ല അതിന്റെ മീനിങ്. പൈസ കൊണ്ട് തരുമ്പോ ഇനി നമ്മുടെ റിസീവബിൾ അത്രയും കുറയും. നമുക്ക് ഇനി അവരെ റിസീവബിൾ എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ, അവർ നമുക്ക് പൈസ കൊണ്ട് തന്നില്ല. റിസീവബിൾ ബാലൻസ് വിൽ റെഡ്യൂസ്. ഇതാണ്. This is exactly what you should be doing. ഇനി അങ്ങോട്ടേക്ക് ജേർണൽ വരച്ചിട്ടുള്ള ടി അക്കൗണ്ട് പരിപാടിയല്ല, ഇങ്ങനെയാണ് ടി അക്കൗണ്ട് ചെയ്യുന്നത്. അതായത് ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ ഇൻക്രീസ് ആണ് ഇന്ന സൈഡ്, ഡിക്രീസ് ആണ് ഇന്ന സൈഡ്, അങ്ങനെ വേണം ഇനി ചെയ്യാൻ. ഓക്കെ, ജസ്റ്റ് ആദ്യത്തേന് മാത്രമേ ഞാൻ ടിപ്പിക്കൽ ലെഡ്ജർ കാണിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് അത് ചെയ്യാൻ നിൽക്കരുത്, കാരണം that will take a lot of time. അത് ജേർണൽ വരച്ച് പിന്നെ ഓരോ അക്കൗണ്ട് നോക്കി പോസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. ഓക്കെ, can I give you another one? Can you finish this up? Did you finish this off, Mahira? Yeah. Can I proceed to the next one? Yes. So next, trade payable ഇതേപോലെ. Next is for trade payable. So I am going to give you some events. നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. You have to do it on your own. So trade payable balance as at 1st January 2024 to $20,000. ഇതിന്റെ മീനിങ് എന്താ? ഈ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് റിസീവബിൾ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നിങ്ങൾ എന്തോ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ട് ആ മാസം അവസാനമായിട്ട് കൊടുക്കാൻ മിച്ചമുള്ളതാണിത്. മാസം അവസാനമായിട്ട് നിങ്ങൾ സെറ്റിൽ ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ജനുവരിക്ക് മുമ്പത്തെ മാസം ഏതായിരിക്കും? ഡിസംബർ 2023. ഡിസംബർ 2023 നിങ്ങൾ ഒരു 5 ലക്ഷത്തിന്റെ ക്രെഡിറ്റ് പർച്ചേസ് നടത്തി എന്ന് വിചാരിക്കുക. ഓക്കെ, അതിന് നിങ്ങൾ ഓൾറെഡി ഒരു 2,80,000 പേ ചെയ്ത് കഴിഞ്ഞു. സോ വാട്ട് ഇസ് റിമൈനിങ്? 2,20,000 ഇനിയും പേ ചെയ്യാനുണ്ട്. സോ ജനുവരി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ദിസ് ഇസ് യുവർ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ട്രേഡ് പേയബിൾ. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് കഴിഞ്ഞ മാസം ആവണമെന്നില്ല, കഴിഞ്ഞ വർഷം നിങ്ങൾ മേബി ഒരു 5 ലക്ഷത്തിന്റെ പർച്ചേസ് നടത്തിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ മൊത്തത്തിൽ ഒരു 280,000 വരെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ജനുവരി 1-ാം തീയതി നിൽക്കുമ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരു 220,000 അടയ്ക്കാനുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഇസ് ഇറ്റ് ക്ലിയർ? ജനുവരി 1-ാം തീയതി you have 2,20,000 yet to settle. Is it clear? Clear ആണല്ലോ എല്ലാവർക്കും? So payable balance as at 1st January 2024 2,20,000. Then credit purchases, total purchases. Total purchases of which 10,000 relates to cash purchase. So that is then
closing balance closing balance എന്ന് പറയുമ്പോഴത്തേനും what is closing balance? Trade payable at 31st January. ഞാൻ ഈ മാസത്തിന്റെ എൻഡ് എടുക്കുവാണ് 31st January 2024. അത് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താ ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിക്കണേ? ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇനി ഇവിടെ മിസ്സിംഗ്? What is the cash paid to your credit suppliers? മനസ്സിലായോ? ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ സപ്ലയേഴ്സിന് എത്ര പേയ്മെന്റ് കൊടുത്തു. ടി അക്കൗണ്ട് ഇല്ലാതെയും ലോജിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ടി അക്കൗണ്ടിന്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ടി അക്കൗണ്ട് വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം ടി അക്കൗണ്ട് വെച്ച് വരയ്ക്കാൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ലോജിക്കലുള്ളത് പറഞ്ഞുതരാം. അവസ്ഥ ആൻസർ എന്താ? Okay. Can I discuss? Can I discuss? ഏതാ? പോയിന്റ് ആണോ? സെക്കൻഡ് പോയിന്റ്. ടോട്ടൽ പർച്ചേസസ് 3,50,000. അതില് ഒരു 10,000 ക്യാഷ് പർച്ചേസ് ആണ്. ആ ക്യാഷ് പർച്ചേസ് നിങ്ങളുടെ ട്രേഡ് പേയബിളിനെ ബാധിക്കുവോ? ക്യാഷ് പർച്ചേസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ട്രേഡ് പേയബിൾ ഇല്ല, റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ 10,000 എടുക്കരുത്. അപ്പൊ നിങ്ങൾ എത്ര പർച്ചേസസ് ക്രെഡിറ്റ് പർച്ചേസ് എത്ര എടുക്കാം പാടുള്ളൂ? 3,40,000 എടുക്കാൻ പാടുള്ളൂ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇങ്ങനെയും ഡേറ്റ തരാം. സോ ട്രേഡ് പേയബിൾ it's an asset or a liability? Liability. So there's a debit side and the credit side. Opening balance ഏത് സൈഡിൽ വരണം? Okay. So what is your opening balance? 2,20,000. എന്ന് വെച്ചാൽ കഴിഞ്ഞ പീരീഡിലുള്ള നിങ്ങളുടെ ക്രെഡിറ്റ് പർച്ചേസസിൽ ഇനിയും നിങ്ങൾ പേ ചെയ്യാൻ മിച്ചമുള്ള എമൗണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഇനി anything that increases your payable on the credit side, anything that decreases your payable on the debit side. Okay.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പർച്ചേസസ് ഓഫ് 10,000 റിലേറ്റഡ് ടു ക്യാഷ് പർച്ചേസ്. സോ ടോട്ടൽ പർച്ചേസസ് എത്രയാ? 3,50,000. അതിൽ 10,000 എന്താണ്? ക്യാഷ് പർച്ചേസ് ആണ്. നമുക്ക് ക്യാഷ് പർച്ചേസ് വേണം. നമുക്ക് എന്ത് മാത്രം മതി? ക്രെഡിറ്റ് പർച്ചേസ് മതി. കാരണം ക്രെഡിറ്റ് പർച്ചേസ് കാരണം ട്രേഡ് പേയബിൾ വരുള്ളൂ. ഇനി ഏത് സൈഡിൽ കാണിക്കണം ക്രെഡിറ്റ് പർച്ചേസ്? ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡ്. റീസൺ എന്താ? പർച്ചേസ് കാരണം നിങ്ങളുടെ പേയബിൾ കൂടും. സോ ക്രെഡിറ്റ് പർച്ചേസസ് എത്ര കാണിക്കാൻ പാടുള്ളൂ? 3,50,000 കാണിക്കരുത്. യു ഷുഡ് ഓൺലി ഷോ 3,40,000. 10,000 പോയിട്ട് ബാക്കിയുള്ളൂ. ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡില്. എന്താ ക്ലോസിംഗ് ബാലൻസിന്റെ മീനിങ്? ഇനിയും നിങ്ങൾ ഒരു 1,20,000 കൂടെ പേ ചെയ്യാനുണ്ട്. ഇനിയും നിങ്ങളുടെ ട്രേഡ് പേബിളിന്റെ ബാലൻസ് ഇത്രയാണ് ജനുവരി എൻഡ് ആവുമ്പോൾ. സോ അടുത്ത പരിപാടി എന്താ? ടോട്ടൽ എടുക്കുക എന്നുള്ളതാണ്. സോ ടോട്ടൽ ഒന്ന് എടുത്തേ. ഓക്കെ, 5,60,000 വരണം. ക്ലോസിംഗ് ബാലൻസ് 120,000 വരണമെങ്കിൽ ഈ മാസം നിങ്ങൾ എത്ര സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു? ക്യാഷ് പേ എത്ര ക്യാഷ് നിങ്ങൾ പേ ചെയ്തു? 4,40,000 അടച്ചു തീർത്താലേ. അപ്പൊ ഇനി അതൊന്ന് ലോജിക്കലി കണക്ട് ചെയ്ത് നോക്കിയേ. തുടങ്ങിയപ്പോ 220, എക്സ്ട്രാ ഒരു 340യുടെ ക്രെഡിറ്റ് പർച്ചേസ് കൂടെ നടത്തി. അതിന്റെ 4,40,000 സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലോസിംഗ് ബാലൻസ് എത്ര വരത്തുള്ളൂ? 120,000 വരത്തുള്ളൂ. സോ ഇത് ലോജിക്കലി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, സോ someone who is going to do this logically, എത്ര പേ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസ് എടുക്കും. Agreed? 2,20,000. ഈ പീരീഡിൽ നടത്തിയിട്ടുള്ള ക്രെഡിറ്റ് പർച്ചേസ് മാത്രം, നോട്ട് ദ ടോട്ടൽ പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട്. വാട്ട് ഇസ് ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട്? 3,40,000 കൂടെ ആഡ് ചെയ്യുക. കാരണം അത് നിങ്ങളുടെ പേബിളിനെ കൂട്ടുക ചെയ്യുന്നത്. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബാലൻസ് ആണ് മിച്ചം വന്നിരിക്കുന്നത്, which is 1,20,000 മൈനസ് ചെയ്യുക. So what is remaining? That is your cash paid. So what is remaining here? 4,40,000. സോ അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ഇക്വേഷൻ കാണിച്ചു തരാം. ഒറിജിനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്താൽ മതി. ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ആദ്യം എന്തെടുക്കണം? ഓപ്പണിംഗ് ബാലൻസ് എടുക്കണം. Agreed? ഇനി അതിലേക്ക് ആ പീരീഡിൽ നടന്നിട്ടുള്ള ക്രെഡിറ്റ് പർച്ചേസസ് ഡ്യൂറിംഗ് ദ പീരീഡ്, ആ പീരീഡിലുള്ള ക്രെഡിറ്റ് പർച്ചേസസ് ആഡ് ചെയ്യണം. ഇനി നിങ്ങൾ നടത്തിയിട്ടുള്ള എന്തെങ്കിലും പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. സോ എനി ക്യാഷ് പേ ടു സപ്ലയേഴ്സ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലോസിംഗ് ബാലൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എനിക്കതറിയാം, എനിക്ക് വേണ്ടത് ഇതാണ്. സോ ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ പോലെ നമ്മള് ഓപ്പണിംഗ് നെറ്റ് അസറ്റ് ക്ലോസിംഗ് നെറ്റ് അസറ്റ് പറ്റി ഇക്വേഷൻ ചെയ്തതായിരുന്നു. അതേപോലെ തന്നെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് യുവർ ക്യാഷ് പേ ടു സപ്ലയേഴ്സ്. സോ യു ക്യാൻ യൂസ് ദിസ് കോൺസെപ്റ്റ് ഓർ യു ക്യാൻ യൂസ് യുവർ ടി അക്കൗണ്ട് നോളജ്. ഏത് ചെയ്താലും കുഴപ്പമില്ല, ഫൈനൽ ആൻസർ കറക്റ്റ് ആയാൽ മതി. കാരണം സ്റ്റെപ്പ് മാർക്ക് ഇല്ല, നിങ്ങളുടെ ഫൈനൽ ആൻസറിനാണ് മാർക്ക് വരുന്നത്. രണ്ട് രീതിയിൽ ചെയ്താലും സെയിം ആൻസർ ആണ്. പിന്നെ ഞാൻ ക്ലാസ്സിൽ പൊതുവെ എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് there are students who make a lot of careless mistake. അപ്പൊ അവര് ആ മെത്തേഡ് ഫോളോ ചെയ്താലുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടവരുണ്ട് മൈനസ് ചെയ്ത്, മൈനസ് ചെയ്യേണ്ടവരുണ്ട് ആഡ് ചെയ്ത് വെക്കും. ആകെ മൊത്തം ആൻസർ കുളവാകും. അപ്പൊ അവിടെ ഒരു നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ പരിപാടി നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ക്ലാസ്സിൽ ടി അക്കൗണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ടി അക്കൗണ്ട് വലിയ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പോസ്റ്റ് ചെയ്യുന്ന ലോജിക് ഇസ് ഓൾസോ പ്രിറ്റി ഈസി. കൂടിയാൽ ആഡ് ചെയ്യാൻ, കൂടിയാൽ ലൈബിലിറ്റി ആണെങ്കിൽ കൂടുവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ്, കുറയുവാണെങ്കിൽ ഡെബിറ്റ് സൈഡ്. അപ്പൊ ദിസ് ഇസ് ടോട്ടലി അപ് ടു യു. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ നിങ്ങൾ ആ മെത്തേഡ് ഫോളോ ചെയ്യുക. എന്തായാലും ഫൈനൽ ആൻസർ നിങ്ങൾക്ക് എന്തായാലും സെയിം ആയിട്ടേ വരുള്ളൂ. മഹിറ ക്ലിയർ ആണോ? ഓക്കെ.
ഓക്കെ, നമുക്ക് കുറച്ച് തിയറി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ലെഡ്ജർ വരെ ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് തിയറി ഡിസ്കസ് ചെയ്യാം. ഒന്നും എഴുതണ്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. We are going to read this once. The general ledger contains all the individual ledger accounts used by a business. So there is something called as a general ledger. So general ledgerനകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ ലെഡ്ജർ അക്കൗണ്ട്സ്. അപ്പൊ ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ബാങ്കിന്റെ ലെഡ്ജർ വരയ്ക്കാൻ പഠിച്ചു, റിസീവബിളിന്റെ പഠിച്ചു, പേയബിളിന്റെ പഠിച്ചു, ബാങ്ക് ലോണിന്റെ ലെഡ്ജർ പഠിച്ചു. അങ്ങനെ ഒരു ബിസിനസ് യൂസ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ട്സും, ആ അക്കൗണ്ട്സിന്റെ ഒക്കെ ലെഡ്ജറിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? ജനറൽ ലെഡ്ജർ. ഇൻഫർമേഷൻ ഫ്രം ദ സോഴ്സ് ഡോക്യുമെന്റ്. യു ആർ നോട്ട് അവെയർ ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്. അതായത് നമ്മൾ ഒരു സോഴ്സ് ഡോക്യുമെന്റിൽ ഇൻഫർമേഷൻ എല്ലാം ഇൻഡിവിജ്വലി റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്യുന്നതിനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് ലെഡ്ജറിലേക്ക് വരുമ്പോഴത്തേക്കും ചെയ്യുക. So information from the source document is classified into their respective ledger using double entry. But now this is happening computerized system and using journal. The general ledger contains individual accounts of business assets, liabilities, capital, income and expense. Did you see that? ഇൻകത്തിന് വേണ്ടി മൊത്തത്തിൽ ഒരു ലെഡ്ജർ ആണ്, അങ്ങനെയാണോ? ഓരോ ടൈപ്പ് ഓഫ് ഇൻകത്തിനും ഓരോ ലെഡ്ജർ ആണ്. എക്സ്പെൻസുകൾക്ക് വേണ്ടി മൊത്തത്തിൽ ഒരു ലെഡ്ജർ അല്ലല്ലോ. ഓരോ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന് ഒരു ലെഡ്ജർ, അതർ എക്സ്പെൻസസിന് ഒരു ലെഡ്ജർ, റെന്റ് എക്സ്പെൻസിന് ഓരോ ലെഡ്ജർ. പിന്നെ അസറ്റുകൾക്ക് മൊത്തത്തിൽ ഒരു ലെഡ്ജർ അല്ല. അസറ്റില് നോൺ കറന്റ് അസറ്റിൽ തന്നെ പലതരം നോൺ കറന്റ് അസറ്റ് ഉണ്ടാവും. ഓരോ നോൺ കറന്റ് അസറ്റിനും ഓരോ ഇൻഡിവിജ്വൽ ലെഡ്ജർ ആയിരിക്കും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ the general ledger contains individual account for the business assets, liabilities, capital, income and expenses. The principal accounts are contained in a ledger called as general or nominal ledger, which summarizes the key affairs of the business. ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട്, ട്രേഡ് റിസീവബിൾ അക്കൗണ്ട്, ട്രേഡ് പേയബിൾ അക്കൗണ്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോമിനൽ ലെഡ്ജർ, അല്ലെങ്കിൽ ഇതിനെ പ്രിൻസിപ്പൽ അക്കൗണ്ട് എന്നും വിളിക്കാറുണ്ട്. കാരണം ഇതാണ് ഒരു ബിസിനസിന്റെ മെയിൻ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. For example, information on a sales invoice is posted to the sales ledger and the cash or the trade receivable account using double entry. അത് നമുക്ക് ഓൾറെഡി അറിയാലോ. നമ്മൾ ഒരു സെയിൽ നടത്തി കഴിഞ്ഞാൽ ബില്ല് ഇറക്കും. ആ ബില്ലിനെയാണ് എന്ന് വിളിക്കുന്നത് സെയിൽസ് ഇൻവോയ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സെയിൽസ് ഇൻവോയ്സ് ഇറക്കി കഴിയുമ്പോൾ രണ്ട് അക്കൗണ്ട് ആണ് അവിടെ എഫക്ട് ആവുന്നത്. ഒന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾ അക്കൗണ്ട്. അതേപോലെ തന്നെ ഏത് അക്കൗണ്ട് വരിക? സെയിൽസ് അക്കൗണ്ട് വരും. സോ ദർ ഇസ് വൺ ബാങ്ക് അക്കൗണ്ട് ആൻഡ് വൺ സെയിൽസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു റിസീവബിൾ അക്കൗണ്ട് ആൻഡ് സെയിൽസ് അക്കൗണ്ട്. സോ നമ്മൾ ഈ ഇൻഫർമേഷൻ എടുക്കുന്നത് സെയിൽസ് ഇൻവോയ്സിൽ നിന്നാണ്. നമ്മുടെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ഡോക്യുമെന്റിനെയാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ബില്ല്. ബില്ല് ഒരു നല്ല സോഴ്സ് ഡോക്യുമെന്റ് അല്ലേ? നമ്മൾ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും നമ്മൾ ബില്ല് കൊടുക്കാറില്ലേ? ബില്ല് കളക്ട് ചെയ്യാറുണ്ട്, ബില്ല് കൊടുക്കാറുണ്ട്. ദാറ്റ് ഇസ് എ സോഴ്സ് ഡോക്യുമെന്റ്. അവിടെ നിന്നാണ് ഈ എമൗണ്ട് ഒക്കെ നമുക്ക് മനസ്സിലാവില്ല. അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ എമൗണ്ട് അറിയാൻ പറ്റുന്നത്? അവിടെ നമ്മൾ എമൗണ്ട് എടുക്കും, എന്നിട്ട് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യും, എന്നിട്ട് നമ്മൾ അത് ലെഡ്ജറിലേക്ക് ഗ്രൂപ്പ് ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി പർപ്പസ് ഓഫ് ജനറൽ ലെഡ്ജർ, എന്തൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ജനറൽ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? Most users of financial statements do not require the detail of every transaction that large businesses will encounter daily. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ജേർണൽ എൻട്രി വെച്ചിട്ട് ഒരു കാര്യം നോക്കണമെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഓരോന്നിന്റെ ജേർണൽ എൻട്രി നോക്കിയിട്ട് അറിയാൻ പറ്റില്ല. എനിക്ക് മൊത്തത്തിൽ പർച്ചേസ് എത്രയാണെന്ന് അറിയണം. അപ്പൊ ജേർണൽ എൻട്രി നോക്കുന്നതാണോ സ്യൂട്ടബിൾ, ലെഡ്ജർ നോക്കുന്നതാണോ? പർച്ചേസസിന്റെ ലെഡ്ജർ നോക്കുന്നതല്ലേ? അല്ല, എനിക്ക് ബാങ്ക് ബാലൻസിന്റെ മൊത്തത്തിലുള്ള ഒരു സമ്മറി അറിയണം. അതായത് ഓരോന്നോരോന്ന് അറിയണം, മൊത്തത്തിലൊരു സമ്മറി അറിയണം. സോ ഇൻഡിവിജ്വൽ ലെഡ്ജർ പോയി ജേർണൽ പോയി നോക്കുന്നതാണോ അതോ ലെഡ്ജർ പോയി നോക്കുന്നതാണോ? അല്ല, ലെഡ്ജർ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ ട്രാൻസാക്ഷൻസ് ലിസ്റ്റഡ് അല്ലേ? ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ലിസ്റ്റഡ് അല്ലേ? സോ the financial information of each transaction should be summarized before completing the final accounts. അതായത് ഫൈനൽ അക്കൗണ്ട്സ് പറഞ്ഞ SOP-ലും SOF-യും പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സമ്മറൈസ് ചെയ്യും. അത് സമ്മറൈസ് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? ലെഡ്ജർ എന്ന് പറയുന്നത്. കോമൺ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു ലെഡ്ജറിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം.
Information from the source document is classified into respective ledger using double entry or via computerized system. നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് എത്തിച്ചത്? ജേർണൽ എൻട്രി ഉപയോഗിച്ചിട്ടാണ് ലെഡ്ജറിലേക്ക് എത്തിച്ചത്. General ledger contains individual accounts for the business's assets, liability, capital. This is already covered. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ. ഈ ലെഡ്ജറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടി അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ചിലപ്പോൾ വിൽ ബി യൂസിംഗ് ദ വേർഡ് ടി അക്കൗണ്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എന്താ ഉദ്ദേശിക്കുന്നത്? ലെഡ്ജർ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മെയിൻ ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ഇതിപ്പോ ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല. റിസീവബിളിന് ലെഡ്ജർ ഉണ്ട്, ബാങ്കിന് ലെഡ്ജർ ഉണ്ട്, ട്രേഡ് പേയബിളിന് ലെഡ്ജർ ഉണ്ട്. ഇത് നമ്മുടെ റൂളാണ്. പിന്നെ സെയിൽസിന് ലെഡ്ജർ ഉണ്ട്, എക്സ്പെൻസസിന് ലെഡ്ജർ ഉണ്ട്. ദിസ് ഇസ് ദ റൂൾ ഫോർ ദാറ്റ്. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വി ഹാവ് ഓൾറെഡി റിട്ടൺ ഓൾ ദാറ്റ് പാർട്ട്. പിന്നെ ക്ലോസിംഗ് ലെഡ്ജർ, ലെഡ്ജർ ക്ലോസ് ചെയ്യുന്നത്. അസറ്റിനും ലയബിലിറ്റിക്കും ആണെങ്കിൽ എന്തുണ്ടാവും? ഒരു ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. ഇൻകത്തിനും എക്സ്പെൻസിനും ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. എന്താ അവിടെ എഴുതേണ്ടത്? ടു SOPL എന്ന് പറയണം. So balancing the accounts in the first step is ensuring the double entry must have recorded correctly. To balance an account means to put the balancing figure, അതായത് ക്ലോസിംഗ് ബാലൻസ് അല്ലെ ബാലൻസിംഗ് ഫിഗർ റെക്കോർഡ് ചെയ്യുക. Then ഈ സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. Sum the debit side and not the total. Sum the credit side and not the total. രണ്ട് സൈഡിലും ലാർജർ ബാലൻസ് ഏതാണോ അതായിരിക്കണം രണ്ട് സൈഡിനെ ടോട്ടൽ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യം ഡെബിറ്റിന് ടോട്ടൽ എടുത്തു, ക്രെഡിറ്റിന് ടോട്ടൽ എടുത്തു, ഹയർ ഫിഗർ ഏതാണോ അത് രണ്ട് സൈഡിലും ടോട്ടൽ ആക്കി. അങ്ങനെയല്ലേ ചെയ്ത്. എന്നിട്ട് ഇൻസേർട്ട് ദ ബാലൻസിംഗ് ഫിഗർ ഓൺ ബോത്ത് സൈഡ്സ് ആസ് ഈക്വൽ. സോ ബാലൻസിംഗ് ഫിഗർ എത്രയാണോ അത് അതത് സൈഡിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തേക്കാം. എന്നാലേ രണ്ട് സൈഡും എന്താവത്തുള്ളൂ? ബാലൻസ് ആവത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ ഡെബിറ്റ് ക്രെഡിറ്റ്, ഇതിന്റെ ടോട്ടൽ 10,000, ഇതിന്റെ ടോട്ടൽ 8,500 ആണെങ്കിൽ ഇവിടെയും എത്രയാ ടോട്ടൽ വരേണ്ടത്? ഹയസ്റ്റ് ബാലൻസ്. ഇവിടെ ഹയസ്റ്റ് ബാലൻസ് വരണമെന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ബാലൻസിംഗ് ഫിഗർ? 2,000. 2,500 എന്നല്ലോ, 8,500 എന്നല്ലോ, 1,500 ആയിരിക്കണം ഇവിടുത്തെ ബാലൻസിംഗ് ഫിഗർ. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് ഇവിടെ ഞാൻ ടോട്ടൽ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്, ഇതിന്റെ ടോട്ടൽ കിട്ടിയത് 8,500 ആണ്. സോ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ ഹയർ ടോട്ടൽ ആണ് രണ്ടിടത്തും എഴുതേണ്ടത്. ആൻഡ് ദെൻ ബാക്കി എന്താണോ ബാലൻസിംഗ് ഫിഗർ അത് വേണം നിങ്ങൾ കുറഞ്ഞിരിക്കുന്ന സൈഡിൽ റെക്കോർഡ് ചെയ്യാൻ. സോ if the sum of the debit exceeds the sum of credit, ഈ സൈഡ് കൂടുതലും ഈ സൈഡ് കുറയുവാണെങ്കിൽ നമ്മൾ ഡിഫറൻസ് ഏത് സൈഡിലാണ് എഴുതണ്ടേ? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. പക്ഷെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ? ഡെബിറ്റ് ബാലൻസ്. ഈ ഒരു സാധനം ഓർത്ത് വെച്ചു. കാരണം ചില സമയത്ത് ക്വസ്റ്റ്യനിൽ അവർ പറയുക ദേ ഹാവ് എ ക്ലോസിംഗ് ഡെബിറ്റ് ബാലൻസ്. ക്ലോസിംഗ് ഡെബിറ്റ് ബാലൻസ് എല്ലാവരുടെ ടെൻഡൻസി ഏത് സൈഡിൽ കൊണ്ടിടാനോ? ശരിക്കും എല്ലാവരും സ്റ്റുഡൻസ് എല്ലാ ഏത് സൈഡിൽ കൊണ്ടിടും? ഡെബിറ്റ് സൈഡിൽ കൊണ്ടിടും. ശരിക്കും ഏത് സൈഡിലാണ് വരണ്ടേ? ക്രെഡിറ്റ് സൈഡിലാണ് വരണ്ടേ. ഞാൻ തരാം ഒരു നോട്ട് അതിന്. ഇനി if the sum of the credit exceeds the sum of debit, the balance is called as credit balance. അപ്പൊ അത് ഏത് സൈഡിലാണ് വരണ്ടേ? ക്ലോസിംഗ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്ലോസിംഗ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഏത് സൈഡിലാണ് വരണ്ടേ? ഡെബിറ്റ് സൈഡ്. സംഭവം മനസ്സിലായോ? ഓക്കെ മഹിറ? ഇനി ഞാൻ പറയുന്ന പോയിന്റ് എഴുതിക്കോ. ഇത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ചോദിക്കുന്നില്ല. എക്സാമിന് ഈ ന്യൂമറിക്കലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോളജ് ആണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഓപ്പണിംഗ് ഡെബിറ്റ് ബാലൻസ്. എന്താ ഓപ്പണിംഗ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡിൽ? ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡിൽ കാണിക്കണം? ഓപ്പണിംഗ് ഡെബിറ്റ് സൈഡിൽ തന്നെ കാണിക്കണം. മുമ്പേ എഴുതുന്നത് ക്ലോസിംഗിന്റെ കാര്യമാണ്. ഇനി ഓപ്പണിംഗ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ you have to show that on the credit side. ഇതേ സാധനം നിങ്ങളോട് ക്ലോസിംഗ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാലോ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡ് കുറവാണ്. ആൻഡ് ക്ലോസിംഗ്
ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാലോ ഇത് ഓർത്ത് വെച്ചോ. കാരണം പിന്നീട് അങ്ങോട്ടേക്ക് ചില ചാപ്റ്ററിലൊക്കെ നിങ്ങളോട് ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും ഒന്നും അല്ല പറയുന്നുണ്ടാവുക. ഓപ്പണിംഗ് ഡെബിറ്റ് ബാലൻസ്, ക്ലോസിംഗ് ക്രെഡിറ്റ് ബാലൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. സോ അതിന് വേണ്ടിയിട്ടാണ്. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ദിസ് ഡൗൺ. സംഭവം മനസ്സിലായല്ലോ? അപ്പോൾ ചിലപ്പോൾ they will be giving you the closing debit balance of trade receivable എന്ന് പറഞ്ഞാൽ അവർ ഏത് സൈഡിലാണ് ഇത് കാണിക്കേണ്ടത് ഉദ്ദേശിക്കുന്നത്? ഡെബിറ്റ് ബാലൻസ് ഓഫ് ട്രേഡ് റിസീവബിൾ ആണ്, ബട്ട് ക്ലോസിംഗ് ബാലൻസ് ആണ്. ഏത് സൈഡിലാണ് ഉദ്ദേശിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് ഈ എമൗണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ സൈഡ് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ തെറ്റി. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ ദിസ്. എനിക്കെന്നെ പ്രൊസീഡ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. നമ്മൾ ജസ്റ്റ് അത് വായിച്ചു വെക്കുവാണ്. So ledger accounts that contain balances used in preparation of SOFP are treated separately for those ledger account used for SOPL. അതൊക്കെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. SOFP-ലേക്ക് പോകേണ്ട അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റലിനൊക്കെ നിങ്ങൾ ക്ലോസിംഗ് ബാലൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ SOPL-ലേക്ക് പോകേണ്ട ഇൻകം ആൻഡ് എക്സ്പെൻസസ് നിങ്ങൾ എന്താ എഴുതുന്നത്? ടു SOPL എന്നാണ് പറയുന്നത്. സോ SOFP-ലേക്ക് പോകേണ്ട ലെഡ്ജർ അക്കൗണ്ട് ആണെങ്കിൽ ദീസ് ആർ ഒന്നെങ്കിൽ അസറ്റ് ആവാം, ലയബിലിറ്റി ആവാം, ക്യാപിറ്റൽ അക്കൗണ്ട് ആവാം. ഇവരുടെ ക്ലോസിംഗ് ബാലൻസുകൾ which are the opening balance of next year. ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്. The ledger account show balances carried down and brought down as seen for the bank ledger in earlier example. അതായത് എങ്ങനെയായിരിക്കും ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസിനെ വേറൊരു പേരിന് വിളിക്കാറുണ്ട്, ബാലൻസ് ക്യാരി ഡൗൺ. അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാൻ ക്ലോസിംഗ് ബാലൻസിന്റെ വേറൊരു പേരാണ് ബാലൻസ് ക്യാരി ഡൗൺ. ആൻഡ് ഓപ്പണിംഗ് ബാലൻസിന്റെ മറ്റൊരു പേരാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ. കഴിഞ്ഞ പീരീഡിൽ ഈ പീരീഡിലേക്ക് കൊണ്ടുവന്നത്. ജസ്റ്റ് ഒരു ന്യൂ വേർഡ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റലിന് ഇത് ബാധകമാണ്. ഒരു ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും, അതൊരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. പക്ഷേ ഇതല്ല SOPL-ന്റെ കേസ്. ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് അക്കൗണ്ട് SOPL-ലേക്ക് കൊണ്ടുവന്ന ലെഡ്ജർ ഏതൊക്കെയാണ്? ഇൻകം ആൻഡ് എക്സ്പെൻസസ് ലെഡ്ജർ ആണ്. The profit is calculated as income minus expenses, become part of capital at the year end. This ledger will reference SOPL instead of balance carried down. ഇവിടെ എന്തായിരിക്കും എഴുതേണ്ടത്? ടു SOPL എന്നായിരിക്കും എഴുതേണ്ടത്. There is no brought down balance. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവത്തില്ല. അതേപോലെ there will not be any closing balance. Whatever balance ഉണ്ടോ അത് ട്രാൻസ്ഫർ ടു ദ P&L ledger. എങ്ങോട്ടേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്? SOPL-ലേക്ക് അത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ ആണോ? ഇനി കുറച്ച് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിക്കാം. അത് ഈ വാക്കുകൾ പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ച് ചാപ്റ്ററിലേക്ക് പറയുന്നുണ്ടാവും. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വൺ ഇത് എഴുതണ്ട, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. ഇത് MCQ ആയിട്ട് വരും. MCQ അല്ലാതെ സെക്ഷൻ എയിലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കൂടുതലും. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയുടെ ഡിസിഷനെ എഫക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങളുടെ SOFP-യിലും SOP-യിലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ച് ഡിസിഷൻ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ഡിസിഷനെ എഫക്ട് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും അത് നിർബന്ധമായിട്ടും എവിടെ വന്നിരിക്കണം? SOP-യിലും SOFP-യിലും വന്നിരിക്കണം. If that's not going to affect the decision making, അത് നിങ്ങൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ റെക്കോർഡ് അല്ലെങ്കിൽ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഇങ്ങനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മെറ്റീരിയൽ ട്രാൻസാക്ഷൻ, മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് അയാളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് എന്ത് വിളിക്കുന്നത്? മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. സോ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. ഇഫ് ആൻ ഇൻഫർമേഷൻ ഇസ് മെറ്റീരിയൽ, അത് കാണിച്ചിരിക്കണം. ഒരു ഇൻഫർമേഷൻ മെറ്റീരിയൽ ആണെങ്കിൽ അത് കാണിച്ചിരിക്കണം. എന്താ മെറ്റീരിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്? മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്.
ഇനി വായിച്ചു വയ്ക്കും. An item is material. Item ആവാം ഒരു ഇൻഫർമേഷൻ ആവാം is material. If leaving it out or not showing it separately could affect a user's decision when reading the financial statement. അപ്പൊ എന്തിനാണ് നമ്മൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്? എന്തിനാണ് നമ്മൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്? If അതൊരു വ്യക്തിയുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അത് വിട്ടുപോയതിന്റെ പേരിൽ അയാളുടെ ഡിസിഷൻ മോശമായിട്ട് എഫക്ട് ആയാൽ, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ് എന്തെന്ന് വിളിക്കുക? മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. അങ്ങനെ ഒരു മെറ്റീരിയൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ if it's big or important enough, show it separately. കാണിക്കണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുകയും വേണം. Now, for example, a company buys 2000 പ്രിന്ററും 5 million മെഷീനും. 2000 പ്രിന്റർ ഓഫീസ് എക്യുപ്മെന്റ് എന്ന പേര് കാണിച്ചാലും മതി. പക്ഷെ ഈ 5 million മെഷീൻ എന്ത് ചെയ്തിരിക്കണം? സെപ്പറേറ്റ് ഒരു അസറ്റ് ആയിട്ട് കാണിച്ചിരിക്കുക. രണ്ടും അസറ്റ് ആണ്, രണ്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ അതില് ഈ 2000 പ്രിന്ററിലെ അത് നമുക്ക് എന്ത് പേര് കൊടുത്താൽ മതി? ഓഫീസ് എക്യുപ്മെന്റ് എന്ന പേര് കൊടുത്താൽ മതി. ഓഫീസ് എക്യുപ്മെന്റുകളിൽ ഒരു എക്യുപ്മെന്റ്. പക്ഷേ ഈ 5 million നിങ്ങൾ മെഷീനിൽ സ്പെൻഡ് ചെയ്യുന്നത് സെപ്പറേറ്റ് മെഷീൻ എന്ന പേര് തന്നെ ഇവിടെ കാണിച്ചിരിക്കണം, SOFP കാണിച്ചിരിക്കണം. ഐഡിയ ക്ലിയർ? അപ്പൊ മെറ്റീരിയൽ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം, അത് സെപ്പറേറ്റ്ലി കാണിക്കുകയും വേണം. ക്ലിയർ ആണോ? So show the machine separately, but printer may be grouped under office equipment. അപ്പൊ ഇവിടെ ഒരു സാധനം മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ലിമിറ്റ് ഒന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മുടെ കമ്പനിയുടെ സൈസ് അനുസരിച്ചിരിക്കും. ഇപ്പൊ V-Guide സംബന്ധിച്ചിടത്തോളം 2000 സെപ്പറേറ്റ്ലി കാണിച്ചാലും കുഴപ്പമില്ല, ബിക്കോസ് ഇറ്റ്സ് എ മീഡിയം ഓർ സ്മോൾ സൈസ് എൻറ്റിറ്റി ആണ്. ബട്ട് വെൻ ദാറ്റ് ഗോസ് ടു റിലയൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം 2000 എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരത് ഓഫീസ് എക്യുപ്മെന്റ് ഇട്ടാലും മതി. സോ അത് ഓരോ ബിസിനസിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഒരു എമൗണ്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ ആവുന്നത്. പ്രത്യേകിച്ച് ഗൈഡൻസ് ഒന്നുമില്ല, ബിസിനസിന്റെ സൈസ് അനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. ഇത്ര ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ആ എമൗണ്ട് സെപ്പറേറ്റ്ലി കാണേണ്ട ഒരു എമൗണ്ട് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം? കാണിച്ചിരിക്കണം. അതായത് അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അയാളുടെ തീരുമാനത്തെ ബാധിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ അത് സെപ്പറേറ്റ്ലി കാണിച്ചിരിക്കണം. ക്ലിയർ ആണോ തിയറി? നെക്സ്റ്റ് വൺ, ഓഫ്സെറ്റിംഗ്. ഓഫ്സെറ്റിംഗ് ഇത്ര വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇമാജിൻ എനിക്ക് ബാങ്ക് അക്കൗണ്ട് 1 പോസിറ്റീവ് ക്യാഷ് ബാലൻസ് ആണ് $2000. കറണ്ട് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് 2 എനിക്ക് നെഗറ്റീവ് ബാലൻസ് ആണ്. നെഗറ്റീവ് ബാലൻസിനെ നമ്മൾ എന്താ വിളിക്കുക? ഓവർ ഡ്രാഫ്റ്റ്. ഒരു 500. So, can I 2000 minus 500 1500 ക്യാഷ് നിങ്ങളുടെ SOFPയില് അസറ്റിന്റെ താഴെ ക്യാഷ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ് 1500 കാണിച്ചാൽ മതിയോ? സിറ്റുവേഷൻ മനസ്സിലായോ? എനിക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൽ പോസിറ്റീവ് ബാലൻസും ഉള്ളത് നെഗറ്റീവ് ബാലൻസും ആണ്. എന്നാൽ പിന്നെ രണ്ടും കൂടെ അങ്ങ് നെറ്റ് ഓഫ് ചെയ്ത് നെറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. 1500 എന്ന് പറഞ്ഞ് അങ്ങ് SOFP കാണിച്ച പ്രശ്നം തീർന്നില്ലേ? നോ, അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന തിയറിയാണ് എന്ത്? ഓഫ്സെറ്റിംഗ് പ്രിൻസിപ്പിൾ. അതായത് ഇത് അസെറ്റ് ആണ്, ഇത് ലയബിലിറ്റി ആണ്, അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണിച്ചിരിക്കണം. ക്ലിയർ? അല്ലാതെ രണ്ടും കൂടെ ഓഫ്സെറ്റ് ചെയ്യരുത്. ഇപ്പൊ ഒരാൾ എനിക്ക് പൈസ തരാനും ഉണ്ട്, ഞാൻ അയാൾക്ക് പൈസ കൊടുക്കാനും ഉണ്ട്. നമ്മുടെ നോർമൽ ടേംസിൽ നമ്മൾക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അക്കൗണ്ടിങ് ടേംസിൽ ഒന്ന് പേയബിൾ ആണ്, ഒന്ന് റിസീവബിൾ ആണ്. ക്ലിയർ? സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചിരിക്കണം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. Don't mix or cancel out asset with liabilities or income with expenses unless IFRS says it's okay. IFRS എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുവാണ് ഓക്കെ, കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പാടില്ല. സോ ഫോർ എക്സാമ്പിൾ, ബിസിനസ് ഓഡ് 10,000 ഫ്രം എ കസ്റ്റമർ. ഒരു കസ്റ്റമറിന്റെ അടുത്തു നിന്ന് അവർക്ക് 10,000 കിട്ടാനുണ്ട്. അതേ കസ്റ്റമറിന് 2,000 കൊടുക്കാനുമുണ്ട്. സോ അതായത് ഒരു ട്രേഡ് റിസീവബിൾ 10,000 ഉണ്ട്, ട്രേഡ് പേയബിൾ 2,000 ഉണ്ട്. സോ ഡോണ്ട് ബി ലൈക്ക് എന്നാൽ ഇത് രണ്ടും കൂടെ നെറ്റ് ഓഫ് ചെയ്തിട്ട് ട്രേഡ് റിസീവബിൾ 8,000. അത് പറ്റൂല.
One is trade receivable, which is a current asset. One is trade payable, which is a current liability. നിങ്ങൾക്ക് ഇത് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന തിയറിയാണ് ഓഫ്സെറ്റിംഗ് റൂൾ. ക്ലിയർ? മഹിറ? clear. നെക്സ്റ്റ് ഇസ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ആ വാക്ക് തന്നെയുണ്ട്. നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തെങ്കിലും ഫോളോ ചെയ്യുവാണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഈ വർഷം എന്താണോ ചെയ്തത് അത് തന്നെ വേണം നെക്സ്റ്റ് ഇയറിൽ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഈ വർഷം ഞാൻ ഈ റെന്റ് എക്സ്പെൻസ് എസ് ഒ പി പോകണ്ടല്ലേ? എസ് ഒ പി എല്ലില് ഞാൻ ഈ റെന്റ് എക്സ്പെൻസുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അഡ്മിൻ എക്സ്പെൻസിന്റെ ഭാഗമായിട്ടാണ്. എസ് ഒ പി എല്ലിൽ ഞാൻ റെന്റ് എക്സ്പെൻസ് പറഞ്ഞ എക്സ്പെൻസ് കൊണ്ടുപോകത്തില്ല. മൊത്തത്തിൽ എന്ത് പേരിലായിരിക്കും കൊണ്ടുപോകുന്നത്? അഡ്മിൻ എക്സ്പെൻസ്. ഈ അഡ്മിൻ എക്സ്പെൻസിലാണ് റെന്റ്, ഓഫീസ് എക്സ്പെൻസ് എല്ലാം വരുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇയറിലും ഞാൻ ഈ അടുത്ത വർഷം വരുന്ന റെന്റ് എക്സ്പെൻസ് ഞാൻ ഏത് ഹെഡിങ്ങിന്റെ താഴെ തന്നെ കാണിച്ചിരിക്കണം? അഡ്മിൻ എക്സ്പെൻസിന്റെ താഴെ തന്നെ കാണിക്കണം. അതായത് യൂണിഫോമിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള വർഷം ഞാൻ എവിടെയായിരുന്നു റെന്റ് എക്സ്പെൻസ് കാണിക്കേണ്ടത്? അഡ്മിൻ എക്സ്പെൻസിന്റെ താഴെ. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അതായത് ഈ വർഷം അഡ്മിൻ എക്സ്പെൻസിലൂടെ കാണിച്ചു, അടുത്ത വർഷം സെല്ലിംഗ് എക്സ്പെൻസിലൂടെ കാണിച്ചു, അത് കഴിഞ്ഞ വർഷം നിങ്ങൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലൂടെ കാണിച്ചു. അപ്പൊ അവിടെ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വർഷത്തെ വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും കമ്പാരിസൺ ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പോളിസി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന തിയറിയാണ് കൺസിസ്റ്റൻസി തിയറി. Is it clear? So what it tells you is, once you pick up an accounting method, stick to it unless a valid reason. ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ യു ക്യാൻ ഷിഫ്റ്റ്. ന്യായമായിട്ടുള്ള റീസൺ ഒരു എക്സാമ്പിൾ പറയുമ്പോ IFRS, നിങ്ങളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയണം ഇപ്പൊ ചെയ്യുന്ന തെറ്റാ, മാറ്റി ചെയ്യണം എന്നാണ് ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരുന്നത്, ഡെഫിനറ്റ്ലി യു നീഡ് ടു ചേഞ്ച്. അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ ദാറ്റ്. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അതേ കാര്യം തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? ഒരു സ്റ്റാൻഡേർഡ് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ചിലപ്പോൾ അത് പറഞ്ഞാൽ ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ്. സോ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പോളിസി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ പീരീഡിലും ഫോളോ ചെയ്യണം. എപ്പോഴും മാറി പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പൊ അത് കമ്പാരിസനെ എഫക്ട് ചെയ്യും. ക്ലിയർ ആണോ? ഇനി സോ യൂസ് ദ സെയിം റൂൾസ് എവറി ഇയർ അൺലെസ് ദർ ഇസ് എ ഗുഡ് റീസൺ ടു ചേഞ്ച്. യു ക്ലാസിഫൈ ഡെലിവറി വാൻസ് അണ്ടർ മോട്ടോർ വെഹിക്കിൾസ്. അപ്പൊ നിങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി വാനുകളൊക്കെ ഏത് ഹെഡിങ്ങിന് അണ്ടറിൽ കാണിക്കാനാണ്? മോട്ടോർ വെഹിക്കിൾസിന്റെ അണ്ടറിൽ കാണിക്കാൻ. ഇയർ 1 അങ്ങനെ ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് ഇയറിൽ പോകുമ്പോൾ നിങ്ങൾ അത് എവിടെ ഇടാൻ പാടില്ല? അടുത്ത വർഷം SIF പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓഫീസ് എക്യുപ്മെന്റ് ഇടാൻ പാടില്ല. അടുത്ത വർഷം അത് എവിടെ തന്നെ പോകണം? മോട്ടോർ വെഹിക്കിളിൽ തന്നെ പോകണം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ജെന്യൂൻ റീസൺ അവിടെ പറയാൻ പറ്റുന്നുണ്ട്. അതായത് that this is more accurately an office equipment എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ you can show it. ഓക്കെ, അല്ലെങ്കിൽ ഇനി IFRS പറയുവാണ് ഓഫീസ് എക്യുപ്മെന്റ് ഇടാൻ ഇത് മോട്ടോർ വെഹിക്കിൾ ഇടാൻ പാടില്ല, ഇത് ഓഫീസ് എക്യുപ്മെന്റ് ഇടാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നതെങ്കിൽ then you can change. അല്ലാത്ത പക്ഷം you have to continue. Is it clear? Then next one is prudence concept. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കൊമേഴ്സ് prudence concept. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് കൺസർവേറ്റിസം. എന്താ മൈറ? കൺസർവേറ്റിസം പോളിസി ഓർ prudence കോൺസെപ്റ്റ്? ഭാവിയിലേക്ക് ഒരു ലാഭം വരുമെന്ന് തോന്നുവാണെങ്കിൽ റെക്കോർഡ് ചെയ്യരുത്. പക്ഷെ ഭാവിയിലേക്ക് ഒരു നഷ്ടം വരുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് prudence കോൺസെപ്റ്റ്. അതായത് ഡോണ്ട് ഓവർ എസ്റ്റിമേറ്റ് ഗെയിൻസ്, പക്ഷെ ലോസസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ, അതായത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു നഷ്ടം വരുമെന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അത് റെക്കോർഡ് ചെയ്യാം. പക്ഷെ ഭാവിയിലേക്ക് ഒരു ലാഭം വരുമെന്ന് തോന്നുവാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് prudence കോൺസെപ്റ്റ്. Is it clear? So let's say എനിക്ക് കിട്ടാനുള്ള പൈസ 2 വർഷം കഴിയുമ്പോൾ ബാഡ് ഡെറ്റ് ആവുന്ന എനിക്ക് ഉറപ്പാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം, അലവൻസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു മോശം കാര്യം സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഐ ക്യാൻ ക്രിയേറ്റ് എ പ്രൊവിഷൻ ടുഡേ. ഓൺ ദ അതർ ഹാൻഡ് ഭാവിയിൽ എനിക്ക് 2 ലക്ഷം എക്സ്ട്രാ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ഞാൻ അതിപ്പോ എന്ത് ചെയ്യാൻ പാടില്ല? റെക്കോർഡ് ചെയ്യാൻ പാടില്ല. സോ ആന്റിസിപ്പേറ്റ് ബാഡ് തിങ്സ് ബട്ട് ഡോണ്ട് ആന്റിസിപ്പേറ്റ് ഗുഡ് തിങ്സ്. ഇത്ര ഉദ്ദേശിക്കുന്നു. സോ ബി കെയർഫുൾ വെൻ മേക്കിംഗ് ജഡ്ജ്മെന്റ്സ്.
don't overstate asset or income or understate liabilities and expense. Good things overestimate ചെയ്യാൻ പാടില്ല, bad things underestimate ചെയ്യാനും പാടില്ല. ലോസ് വരുമെന്നല്ല, ലെറ്റ്സ് ഭാവിയിൽ ബാഡ് ഡെറ്റ് ആവുമെന്ന് ഉറപ്പാണെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. അവിടെ നമ്മുടെ ബിസിനസ് ലോസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നഷ്ടം. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഒരു ലീഗൽ കോസ്റ്റ്, ഒരു കേസ് നമുക്കെതിരെ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഉറപ്പാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഭാവിയിൽ വരുന്ന ലോസസ് നമുക്ക് ഇന്നേ റെക്കോർഡ് ചെയ്യാം, പക്ഷെ ഗെയിൻസ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് പ്രുഡൻസ് കോൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം പോളിസി. ഇനി എക്സ്പെക്ട് ദ വേർസ്റ്റ്, അതാണ്. സോ അത് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇഫ് എ കസ്റ്റമർ മൈറ്റ് നോട്ട് പേ 5,000 ഇൻവോയ്സ്, യു ക്യാൻ മേക്ക് എ പ്രൊവിഷൻ നൗ. 5,000 തരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം. അതെന്താന്ന് പറഞ്ഞുതരാം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നേരത്തെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നഷ്ടം വരുമെന്നുള്ള കാര്യം നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. യു കാൻ ഡെലിബറേറ്റ്ലി അണ്ടർസ്റ്റേറ്റ് പ്രോഫിറ്റ് ദാറ്റ് വുഡ് മിസ്ലീഡ് യൂസേഴ്സ്. പക്ഷെ പ്രോഫിറ്റ്സ് ഒരിക്കലും ഇതേപോലെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് നമ്മുടെ യൂസേഴ്സിനെ, അത് നമ്മൾ ഭാവിയിൽ 2 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കാം, അല്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ നമുക്ക് ലോൺ തന്നേക്കാം. ചിലപ്പോൾ അത് കിട്ടിയത് വരത്തില്ല. അപ്പൊ അവരെടുത്ത ഡിസിഷൻ തെറ്റിപ്പോയില്ലേ. സോ അവരുടെ ഡിസിഷൻ റോങ് ആവാൻ പാടില്ല, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എല്ലാ ട്രാൻസാക്ഷനും there will be 2 effect. 1 ഡെബിറ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റും ഉണ്ടാവും. രണ്ടും ഈക്വൽ ആയിരിക്കണം. ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ അസറ്റും കൂടും, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറയുകയാണ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വേഴ്സസ് കറന്റ് വാല്യൂ. ഇത് രണ്ടും ഓക്കെ. ഇനിയുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല, 2 ചാപ്റ്ററൂടെ കഴിയട്ടെ. IAS 2 IAS 16 കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തെങ്കിലും തലയിലോട്ട് കയറത്തുള്ളൂ. സോ ഫോർ ദ ടൈം ബി വി ക്യാൻ ജസ്റ്റ് ഹോൾഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വേഴ്സസ് കറന്റ് വാല്യൂ. സബ്സ്റ്റൻസ് ഓഫ് ഫോം പഠിക്കണമെങ്കിൽ കുറച്ചേറെ മുന്നോട്ട് പോകണം. സോ ജസ്റ്റ് അത് പിന്നെ പറഞ്ഞുതരാം. ദെൻ ഗോയിങ് കൺസേൺ, അക്രൂവൽ കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അക്കൗണ്ടിങ് പർപ്പസുകൾക്ക്, നോട്ട് ലീഗൽ ആൻഡ് ടാക്സ് പർപ്പസ് അല്ല, അക്കൗണ്ടിങ് പർപ്പസുകൾക്ക് ഓണർ വേറെ, ബിസിനസ് വേറെ. ഓക്കെ. പിന്നെ വേറൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കോൺസെപ്റ്റ്, അത് വേറെ. അതെന്താണ്? ടാക്സ് ആൻഡ് ലീഗൽ പർപ്പസസിന് ബിസിനസ് വേറെ, ഓണർ വേറെ. അതാർക്കുള്ള ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിക്കുള്ള പ്രത്യേകതയാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. ഫോർ അക്കൗണ്ടിങ് പർപ്പസ് വി ഷുഡ് ഓൾവേസ് കൺസിഡർ ഓണർ വേറെ, ബിസിനസ് വേറെ. ദിസ് ഇസ് ആപ്ലിക്കബിൾ ടു LLC, സോൾ ട്രേഡർഷിപ്പ് ആസ് വെൽ ആസ് പാർട്ട്ണർഷിപ്പ്. എല്ലാ ബിസിനസ്സിലും ഇത് ബാധകമാണ്. ഓണറുടെ പേഴ്സണൽ എക്സ്പെൻസുകളൊന്നും കൊണ്ട് SOP കാണിക്കരുത്, ഓണറുടെ പേഴ്സണൽ അസറ്റ് ഒന്നും കൊണ്ട് SOFP കാണിക്കരുത്. കാണിക്കുമ്പോൾ ബിസിനസിന്റെ അസറ്റ്സ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ് കാണിക്കാൻ പാടുള്ളൂ. ക്ലിയർ? അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? സോ വാട്ട് ഇറ്റ് മീൻസ്, ബിസിനസ് ഇസ് സെപ്പറേറ്റ് ഫ്രം ദ ഓണർ ഈവൻ ഫോർ സോൾ ട്രേഡേഴ്സ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. സോ ഇൻക്ലൂഡ് ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഇഫ് സാറ ബൈസ് എ പേഴ്സണൽ കാർ, അത് ആരുടെ അസറ്റ്? സാറയുടെ അസറ്റ് ആണ്. സാറയുടെ ബിസിനസിന്റെ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. സാറയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെന്റ് പോയിരിക്കുന്നതെങ്കിൽ സാറയുടെ ബാങ്ക് അക്കൗണ്ടിനെയാണ് ബാധിക്കുന്നത്, ബിസിനസിന്റെ ബാങ്ക് അക്കൗണ്ടിനെ ബാധിക്കുന്നില്ല. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ നമ്മളത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സാറേനെ വേറെ ആയിട്ടും ബിസിനസിനെ വേറെ ആയിട്ടും വേണം ട്രീറ്റ് ചെയ്യാൻ. ലീഗൽ ടാക്സ് പർപ്പസുകൾക്ക് സാറേ ബിസിനസ് സെയിം ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ഇതല്ല. That is called a separate legal entity concept. രണ്ടും രണ്ടാണ്. Got it? So we'll take our lunch break now. And after the lunch break, we'll start officially with IAS 2 inventory. നമ്മുടെ ആദ്യത്തെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. Okay?